ഹാജിമാര് മെല്ലെ മെല്ലെ നീങ്ങുന്നത് അറിയുന്നില്ല. ഞാൻ അങ്ങ് ദൂരന്നു നടന്ന് എന്റെ സാധാരണ നടന്നിട്ട് അവരെടുത്തേക്ക് എത്തുമ്പോൾ അവർ അല്പം നീങ്ങിയിട്ടുള്ളൂ. അപ്പൊ നോക്കുമ്പോ യാസീൻ ഗ്രൂപ്പ് മുന്നിലേക്ക് എന്ന് ഞാൻ കുണ്ടൂർസാദായിരിക്കും മുന്നിലുണ്ടാകുക. അതാണ് ആ നടത്തം. അങ്ങനെ അത്രയും ബഹുമാനമാണ്. മദീന ഭൂമിയെ തന്നെ ബഹുമാനമാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് ബന്ധപ്പെട്ട സാധനങ്ങളെ ബഹുമാനിച്ചിട്ട് അതിനും പറമ്പില്ല സഹോദരന്മാരെ. എങ്ങനെയും ബഹുമാനിക്കാം. അതല്ലേ അള്ളാഹുവിന്റെ റസൂലിന്റെ സാധനങ്ങളിൽ, എന്നല്ല ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ ഏറ്റവും താഴ്ന്നതേതാണ്? അയാളുടെ ചെരുപ്പ. ആ ചെരുപ്പല്ലേ തലയിൽ പേറി നടക്കുന്നത് നമ്മുടെ നേതാക്കന്മാർ. എ പി ഉസ്താദിന്റെ തൊപ്പിയെടുത്ത് നോക്ക്, ആ ചെരുപ്പിന്റെ ചിത്രം കാണാം. ഉള്ളാൾ തങ്ങൾ പാപ്പാന്റെ തൊപ്പിയെടുത്ത് നോക്ക്, ആ ചെരുപ്പിന്റെ ചിത്രം കാണാം. അങ്ങനെ തന്നെ സാലിഹ്യങ്ങളൊക്കെ ബഹുമാനത്തിന് അതിരും വരവുമില്ല. എങ്ങനെ ബഹുമാനിക്കണം? എങ്ങനെയും ബഹുമാനിക്കാവുന്നതാണ്. സുജൂദ് ചെയ്യല് ഹറാമാണ്. അതും കാഫിറാവൊന്നുമില്ല. തുൽമിയിൽ പറഞ്ഞിട്ടുണ്ട് സുജൂദ് ബഅദിൽ ജഹല, അറിവില്ലാത്തവർ ചിലർ വലിയ മഹാന്മാരുടെ മുമ്പിൽ സുജൂദ് ചെയ്യും. അത് ഹറാമാണ്, അത് പാടില്ല, ഹറാമാണ്, കുറ്റകരമാണ്. എങ്ങനെയും ബഹുമാനിക്കാം. ചുംബനവും അതുപോലെ തന്നെ എത്രയോ മക്ബറകളിലൊക്കെ ചുംബിക്കുന്നത് കാണുമ്പോൾ ചില സുന്നികൾ തന്നെ അങ്ങനെ ചെയ്യരുത് അറിയും. മക്ബറ ചുംബിക്കുന്നതിന് ഒരു തകരാറുമില്ല. മന്ദൂബുൻ ഇൻദ റംലി, ഇസ്മുദ്ദീനയിൽ കാണാം, അത് സുന്നത്തായ കർമ്മമാണ്. ഇമാം റംലി തങ്ങൾ അത് പറഞ്ഞിരിക്കുന്നു. മഹാന്മാരെ ഖബർ ചുംബിക്കുന്നത്, ഖബർ മുകളിലിട്ട പുടകൾ ചുംബിക്കുന്നത് ഒക്കെ നല്ലതാണ്. അതിരിക്കട്ടെ, ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് ഒരു ആശിഖായിരുന്നു. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ റൗളയിലേക്ക് വിളിച്ചിരുന്നോ? ഒരു സദസ്സെന്നാ ഞാൻ ചോദിച്ചത്. അപ്പൊ അറബിയിൽ എന്നോട് മറുപടി പറഞ്ഞു, അതേ വിളിച്ചിട്ടുണ്ട്. ആ സദസ്സിലേക്ക് ഞാൻ മദീനത്ത് ചെന്നാൽ തിക്കും തിരക്കും കൂടി ഇനി നബിന്റെ അടുത്തേക്ക് വരൂല എന്ന് ഞാൻ തീരുമാനം നബിനോട് തന്നെ പറഞ്ഞതാ. അവിടെ പോയാൽ തിക്കില്ലാതെ അവിടെ കയറാൻ കഴിയില്ല റൗളയിലൊന്നും. അപ്പൊ അങ്ങനെ പറഞ്ഞതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ കരാറിലാണ് ഞാൻ നാട്ടിൽ പോന്നീനെ. പിറ്റത്തെ ഹജ്ജിന് പോയപ്പോ തിരക്കുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ അങ്ങോട്ട് മാറി ബാബുസലാമിലൂടെ ഞാൻ റൗളയിലേക്ക് പോകാനുള്ള താല്പര്യത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുക. പക്ഷേ തിക്കുണ്ടായതുകൊണ്ട് വരൂലാർന്നല്ലേ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ എന്നെ മാടി വിളിച്ചു. സ്വപ്നമല്ല സഹോദരന്മാരെ, സ്വപ്നമല്ലേ ഈ പറയുന്നത്. എന്നെ മാടി വിളിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ ഇവിടെ ഉണ്ടെന്ന നിലക്ക് റസൂൽ എന്നെ മാടി വിളിച്ചു. ഞാൻ പറഞ്ഞു അവിടെ തിക്കും തിരക്കുമാണ്. കൊണ്ടൂർ സാഹ് പറയാ, അറബിയിൽ എന്നോട് പറഞ്ഞതാ. അപ്പൊ റസൂലുള്ള പറഞ്ഞു, അതിന് പരിഹാരമുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരിക. ഞാൻ ആ ബാബുസലാമിലൂടെ അങ്ങ് ചെന്നപ്പോൾ കുണ്ടൂർ ഉസ്താദിനോട് പറഞ്ഞ വാക്കാ ഞാൻ പറഞ്ഞു, ഫൗനാക ശൈഖ് അബൂബക്കർ, അവിടെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഇരിക്കുന്നുണ്ട്, അവിടേക്കാണ് എന്നെ വിളിച്ചത്. പിന്നെ റസൂലുള്ളാഹിനെ കണ്ടില്ല. ഇതെന്നോട് കുണ്ടൂർ ഉസ്താദ് പറഞ്ഞതാ. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂലിനെ നേരിട്ട് കാണുന്നവരാണ് അവരൊക്കെ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് നവ്വറല്ലാഹു മർഖദഹു അഹ്മദ് മുസ്ലിയാർ അല്ലാഹുവിന്റെ റസൂലിനെ എത്രയോ കണ്ടവരാ. അപ്പൊ നബിനെ കാണാനുള്ള പൂതി നമ്മൾ മഹാന്മാരോട് പറയല്ലേ, എനിക്കൊന്ന് ദ്വാരക്കണം, അതും നല്ലതാ. മഹാന്മാര് പറഞ്ഞാൽ നമുക്ക് റസൂലുള്ളാഹിനെ കാണാൻ കഴിയും. ഖസീനത്തുൽ അസ്റാർ എന്ന കിതാബിൽ പറയുന്നു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എനിക്ക് കണ്ടമാനം ഫാത്തിഹ ഓതിയാലേ, കണക്കല്ലാതെ ഫാത്തിഹ ഓതിയിട്ട് റസൂലുള്ളാഹിനെ കാണാൻ കഴിഞ്ഞവർ. ആയിഷ ബീവിനോട് പറയാം, എനിക്ക് റസൂലുള്ളാഹിനെ കാണിച്ചു തരണം. ആയിഷ ബീവി റസൂലുള്ളാഹിനോട് പറഞ്ഞാൽ ഒരിക്കലും റസൂലുള്ളാഹി വരാതിരിക്കില്ല. ഇങ്ങനൊക്കെ ട്രിക്കുകൾ അയിമത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ കണ്ട എത്രയോ ആളുകളുണ്ട്. അങ്ങനെ ദ്വാരക്കാൻ പറയലുണ്ട് കണ്ണിയത്തിനോട്. പലരും എനിക്ക് റസൂലുള്ളാഹിനെ ഒന്ന് കാണണം. അപ്പൊ കണ്ണിയത്ത് പറയത്രേ, നബിനെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോ ഉറക്കത്തിലും കണ്ടിട്ടില്ലേ? കണ്ണിയത്ത് ചോദിക്കുന്ന ശൈലി നോക്കുങ്ങൾ. ഉറക്കത്തിലും നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നുള്ള ചോദ്യത്തിന് എന്താ മനസ്സിലായത്? ഉണർച്ചയിൽ ഉറക്കത്തിൽ കാണുക എന്നുള്ളത് ഒരു സിമ്പിൾ കാര്യമാണ്. അത് എല്ലാവർക്കും കഴിയുന്ന ഒന്നാണെന്നല്ലേ ഇതിന് മനസ്സിലാകുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകനെ ബഹുമാനിക്കലത് ആണ്. ഷെയ്ഖ് അബൂബക്കർ, അവിടെ ഷെയ്ഖ് അബൂബക്കർ ഇരിപ്പുണ്ട്. മൂപ്പര് അവിടെ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് നബിയുടെ റൗളയിൽ പ്രവാചകന്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുക. ഇത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരില് പച്ചക്കളവുണ്ടാക്കി പറയുകയാ. ഇനി നിങ്ങൾക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടി ഒരു ഹദീസ് കൂടെ പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു, മൻ ഖാല അലയ്യ കദിബൻ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ. ആരെങ്കിലും എന്റെ മേൽ കളവുണ്ടാക്കി പറഞ്ഞാൽ, ആരെങ്കിലും എന്റെ മേൽ കളവ് കെട്ടിയുണ്ടാക്കി പറഞ്ഞാൽ അവൻ നരകത്തിൽ ഒരു ഇരിപ്പിടം പ്രതീക്ഷിച്ചു കൊള്ളട്ടെ. എവിടെയാ ഇരിപ്പിടം? അയസനെ തീരുമാനിക്കട്ടെ.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പദവിക്ക് ചേരാത്ത പദങ്ങൾ. ഷെയ്ഖ് അബൂബക്കർ എന്ന് പറഞ്ഞ ഒരാള് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ ഇരുത്തി ഷെയ്ഖ് അബൂബക്കറിനെ ആദരിച്ചു. അത് സ്വപ്നത്തിലല്ല, അതുകൂടെ മനസ്സിലാക്കണം. സ്വപ്നത്തിലാണെങ്കിൽ ഏതെങ്കിലും ഒരു പേക്കിനാവാണെന്ന് വിലയിരുത്താം. പക്ഷെ സ്വപ്നത്തിലല്ല, നേർക്ക് നേരെയാണെന്ന് പറഞ്ഞു, നേരിട്ട് വിളിച്ചു എന്നാ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകന്റെ പേരിൽ ഇത്തരം കളവ് പറഞ്ഞുകൊണ്ട്, ഇത്തരം കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് തട്ടിപ്പ് കാണിക്കുന്ന മനുഷ്യന്മാര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്തിന് ചേരാത്ത പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തട്ടിപ്പ് കാണിക്കുന്ന ആളുകള്, അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. അതിനുശേഷമുള്ള സഹാബത്തിന്റെ ജീവിതത്തിന്റെ ചരിത്രമെന്ന് പരിശോധിക്കട്ടെ. ആ സഹാബത്തിന്റെ ജീവിതത്തിൽ എന്തെല്ലാം സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സങ്കീർണമായ പ്രശ്നങ്ങൾ മുഴുവനും അവർ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് തന്നെ പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്ന ഹദീസുകൾ, വാക്കുകൾ എടുത്തുകൊണ്ട്, വിശുദ്ധ ഖുർആനിന്റെ ഭാഗങ്ങൾ എടുത്തുകൊണ്ട് അവർ പരിചിന്തനം ചെയ്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് അവർ വ്യക്തമായ പരിഹാരം കണ്ടു. എന്നാ ഇവര് ചെയ്യുന്നത് എന്താ? മരിച്ചുപോയ ആള് മരിച്ചു പോയിട്ടില്ല, മരണവും ജീവിതവും ഇവർക്ക് സമാണല്ലോ. മരിച്ചുപോയ ആളായിട്ടല്ല കാണുന്നത്. മരിച്ചുപോയ ആള് എന്തെല്ലാം പഠിപ്പിച്ചു തരും, എന്തെല്ലാം മനസ്സിലാക്കി തരുമെന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഒരു വാദം ഉന്നയിക്കുന്നുണ്ട്. അത് മറ്റൊരു തട്ടിപ്പാണ്. ഈ സമുദായത്തെ മരിച്ചുപോയി മൺമറഞ്ഞു പോയ ആളുകള് ഈ സമുദായത്തോട്, ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവരിപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. അവർ നമ്മളെ വിട്ടു പോയിട്ടില്ല, എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മുടെ ചലനങ്ങൾ, നമ്മുടെ നിശ്ചലനങ്ങൾ, നമ്മുടെ ഉറക്കം, നമ്മുടെ ഉണർച്ച എല്ലാം തിരിച്ചറിയുന്നവരാണ് എന്ന നിലയിൽ വരുത്തി തീർക്കാണ് അബ്ദുൽ ഹമീദ് ഫൈസി. ആ ക്ലിപ്പും കൂടെ ഒന്ന് കണ്ടു. അറിയാനും കേൾക്കാനും മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ, കാരണം എന്താ കേൾക്കാനും അറിയാനും സാധിക്കാനും കാരണം എന്താ? ഈ മഹാത്മാക്കൾ, ഈ ആളുകൾ എന്ന ആത്മാവിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന പ്രത്യേകത. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ കൂട്ടത്തിൽ മഹാന്മാർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചിരുന്നോ? മരണാനന്തരവും അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്ന യാതൊരു തകരാറില്ല, കൺമുമ്പിൽ കാണില്ല അതുള്ളൂ. ഇതൊക്കെ അവരറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. അതല്ല ലോക ചരിത്രം വെച്ച മഹാന്മാർ എന്നും മഹാന്മാരോട് ബന്ധപ്പെട്ടിട്ടുണ്ട്, വലിയ ബന്ധ. ചിലപ്പോൾ ചോദിക്കാത്തതിനെ സഹായം കിട്ടാറുണ്ട്. എത്ര ആളുകളുണ്ട് ചില സങ്കീർണമായ കുരുക്കഴിയാത്ത മസലകൾക്ക് ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഷെയ്ഖ് വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇതാ കിതാബിൽ ഇന്ന സ്ഥലത്ത് ഇന്ന പേജിൽ നിങ്ങൾ മറച്ചു നോക്കി ഇവിടെ ഉണ്ട്. പിറ്റേ നേരം വെളുത്ത് നോക്കുമ്പോൾ അടാക്കി മസല ഉണ്ടാവും. അവർ ആത്മീയ ലോകത്തിവിടെ ഇടപെടുന്നുണ്ട് സഹോദരന്മാരെ. ആളുകളെ ഭൂമിയിലേക്ക് ഇടപെടുത്തുകയാ. മരിച്ചുപോയ ഷെയ്ഖ് ഒരു മസാലയുടെ വിഷയത്തില് ചിന്തിച്ച് ബേജാറായിരുന്നപ്പോ രാത്രി വന്നിട്ട് കിതാബ് തുറന്നിട്ട് കാണിച്ചു കൊടുത്തു. പിന്നെന്തിനാ ഇയാൾ മരിച്ചത്? പിന്നെ ഇയാൾ മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഇയാൾ മരിച്ചു, എന്നിട്ടോ രാത്രി വന്നിട്ട് കിതാബിൽ കാണിച്ചു കൊടുത്തു, ഈ മസാല ഇന്ന സ്ഥലത്തുണ്ട്. എന്നാൽ നമുക്കൊന്ന് ചോദിക്കാം, അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതിക ശരീരം മറവ് ചെയ്യുന്നതിന് മുമ്പായി ഖലീഫയെ തിരഞ്ഞെടുക്കുന്ന വിഷയത്തില് സഹാബികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തു. ഓരോരുത്തരും തീരുമാനിച്ചു. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പലരിൽ നിന്നും വന്നപ്പോൾ, ഒരു അഭിപ്രായ ഏകീകരണം ഉണ്ടാകാതെ വന്നപ്പോൾ എന്തുകൊണ്ട് പ്രവാചകൻ ഇടപെട്ടില്ല? പ്രവാചകൻ ഇടപെട്ടോ? ഇല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ, അദ്ദേഹത്തെ ഖലീഫയായി തെരഞ്ഞെടുക്കുന്ന കാലഘട്ടത്തിൽ എന്തുകൊണ്ട് പ്രവാചകൻ ഇടപെട്ടില്ല? എന്തുകൊണ്ട് ജമൽ യുദ്ധം നടന്നല്ലോ, മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ അടക്കം യുദ്ധത്തിന് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായല്ലോ, എന്തുകൊണ്ട് പ്രവാചകൻ അവിടെ ഇടപെട്ടില്ല? മുആവിയ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവുമായി രണ്ട് സഹാബികൾ ഏറ്റുമുട്ടേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയല്ലോ, എന്തുകൊണ്ട് പ്രവാചകൻ ഇടപെട്ടില്ല? എന്തുകൊണ്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ജദീദ് ഖദീമി എന്ന പേരിൽ രണ്ട് കൗൽ ഉണ്ടാക്കേണ്ടി വന്നു? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസുകൾ പരിചിന്തനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വല്ല സംശയവും ഉണ്ട് എങ്കിൽ പ്രവാചകൻ ഇടപെടേണ്ടതല്ലേ? പ്രവാചകൻ എന്തുകൊണ്ട് ഇടപെട്ടില്ല? അതുകൊണ്ട് മാത്രം തീർന്നോ? മുസ്ലിം സമുദായത്തിന്റെ ഒരുപാട് നീളുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ എന്തുകൊണ്ട് പ്രവാചകൻ ഇവിടുത്തെ നേതൃത്വവുമായി ബന്ധപ്പെടുന്നില്ല? എന്തുകൊണ്ട് ഹദീസുകളിൽ സഹീഹും ലഈഫും എന്ന് പറയുന്ന രണ്ട് ഭാഗമുണ്ടായി? പ്രവാചകന് പറഞ്ഞു കൊടുത്താൽ പോലെ സഹീഹായ ഹദീസ് ഇതാണ്, ലഈഫായ ഹദീസ് ഇതാണ്. ബുഖാരി ഇമാമിന് പറഞ്ഞു കൊടുത്താൽ പോലെ. എന്തേ? ബുഖാരി ഇമാം മഹാനല്ലേ?
എന്റെ ഇമാം മുസ്ലിം മഹാനല്ലേ? അബൂദാവൂദ് മഹാനല്ലേ? മഹാന്മാരായിരിക്കുന്ന മുഹദ്ദിസുകൾ അവരുടെ ഗ്രന്ഥങ്ങളിലെ ഹദീസിന്റെ സിഹത്തും ദുഅഫും വേർതിരിച്ചറിയുന്നതിന് വേണ്ടി ഒരുപാട് പ്രയാസപ്പെട്ട ആളുകൾ, ഈ ഹദീസുകളെ കുറിച്ച് മനസ്സിലാക്കാൻ ഒരുപാട് രാത്രികൾ ഉറക്കമൊഴിഞ്ഞ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തുകൊണ്ട് ഇടപെട്ടില്ല? എന്നിട്ട് പറയാ, ഷെയ്ഖ് രാത്രിയിൽ വന്നിട്ട് കിതാബ് ഓതി കൊടുക്കും, ഷെയ്ഖ് രാത്രിയിൽ വന്നിട്ട് കിതാബ് പറഞ്ഞു കൊടുക്കും. അതിന് തെളിവ് പറയാ. എന്താ തെളിവ് പറയണമെന്നറിയാമോ? മരിച്ചുപോയ ആൾക്കാര് നമ്മൾ പറഞ്ഞാൽ കേൾക്കുമോ, അവരോട് ചോദിക്കാൻ പറ്റുമോ എന്നതിന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി പറയുന്ന തെളിവും കൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇതിപ്പോ മുമ്പ് മുസ്ലിമീങ്ങൾ കേൾക്കാത്തൊരു സാധനം. മരിച്ചവരോട് ചോദിക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ ആണല്ലോ പ്രചരിപ്പിക്കുന്നതും. ഏത് ഖുർആനാണ് പ്രചരിപ്പിക്കേണ്ടത്? വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റുസുലിനാ. പരിശുദ്ധ ഖുർആൻ. വസ്അൽ, നബിയെ തങ്ങൾ ചോദിക്കി, മൻ അർസൽനാ മിൻ ഖബ്ലിക, തങ്ങളെ മുമ്പ് നമ്മൾ അയച്ച മുർസലീങ്ങളോട് ചോദിക്കി, മിൻ റുസുലിനാ, നമ്മളെ മുർസലീങ്ങൾ തങ്ങളെ മുമ്പ് അയച്ച ധാരാളം മുർസലുണ്ട്, ഓലോട് ചോദിക്കുകയും പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. മനുഷ്യരോട് ചോദിച്ചിട്ടുണ്ട്. ആ മുർസലീങ്ങൾ അധികം മരണപ്പെട്ടൊക്കെയാണല്ലോ, അവരോട് ചോദിക്കുന്ന ഖുർആൻ പറഞ്ഞു. കേട്ടില്ലേ? മരിച്ചവരോട് ചോദിക്കാൻ വേണ്ടി ഓതിയ ആയത്ത്. പണ്ട് കൊട്ടപ്പുറം സംവാദത്തിലെ കാന്തപുരം ഓതിയ ആയത്ത് ചെറുശ്ശേരി ഉസ്താദിന് ഇപ്പോഴാ കിട്ടിയത്. വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് ചോദിക്കൂ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ആയത്തെടുത്തു വെച്ചുകൊണ്ട് ലോകത്ത് ഏതെങ്കിലും ഒരു മുഫസ്സിർ വ്യാഖ്യാനിച്ചിട്ടുണ്ടോ ഈ ആയത്ത് മരിച്ചവരോട് ചോദിക്കാമെന്നതിന്റെ തെളിവാണ് എന്ന്? ഇല്ല, വ്യാഖ്യാനിച്ചിട്ടില്ല. മാത്രമല്ല തഫ്സീറുകളിൽ ഇതിന്റെ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ടെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് പോയി. മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ കഴിഞ്ഞ കാലത്തെ പ്രവാചകന്മാരുമായി സന്ധിച്ചു. പ്രവാചകന്മാരെല്ലാവരെയും പ്രവാചകൻ കണ്ടു. ആ സന്ദർഭത്തിൽ അള്ളാഹു പറഞ്ഞതാണ്, വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പുള്ള പ്രവാചകന്മാരോട് താങ്കൾ ചോദിച്ചു നോക്കൂ എന്ന് അള്ളാഹു തആല ആ സന്ദർഭത്തിൽ പറഞ്ഞതാണ് എന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ചില പണ്ഡിതന്മാർ പറയുന്നത് എന്താ, വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂറത്ത് യൂസുഫിലെ വസ്അലിൽ ഖറിയത എന്നൊരു ഭാഗമുണ്ട്. അതിനർത്ഥം എന്താ? ഖറിയനോട് ചോദിക്കാൻ, നാടിനോട് ചോദിക്കൂ, നാടിനോട് ചോദിക്കൂ, ഗ്രാമത്തോട് ചോദിക്കൂ എന്നാണ് ഖുർആനിലുള്ളത്. അതിന്റെ വ്യാഖ്യാനം പറയുന്നു, വസ്അലിൽ ഖറിയത കൊണ്ട് ഉദ്ദേശിക്കുന്നത് വസ്അൽ അഹ്ലൽ ഖറിയത്തി, നാട്ടുകാരോട് ചോദിക്കൂ എന്നാണ്. അതുപോലെ ഇവിടെയും അർത്ഥം ഇപ്രകാരമാണ്, വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പുള്ള കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ അനുയായികൾ ഈ കാലഘട്ടത്തിലുമുണ്ടല്ലോ, അവരോട് ചോദിച്ചു നോക്കൂ എന്നാണ് ഖുർആനിന്റെ ആ ഭാഗത്തിന് വിശദീകരണം നൽകേണ്ടതെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. എന്നിട്ട് ആ ആയത്തിന്റെ അർത്ഥം എന്താണ്? മരിച്ചവരോട് ചോദിക്കാം എന്നാണ് ഇവര് പറയണത്. എങ്കിൽ ഇവരുടെ നേതാവിന്റെ അഖീദാപരമായ ഒരു പ്രശ്നം വന്നല്ലോ. എന്താ അഖീദാപരമായ പ്രശ്നം? ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ മരണപ്പെട്ടതിന് ശേഷം CM പറഞ്ഞതായിക്കൊണ്ട് ഉള്ളാളം തങ്ങൾ പറയുകയാണ്, ഇ.കെ. അബൂബക്കർ മുസ്ലിയാര് കാഫിറാണ് എന്ന് CM പറഞ്ഞു. വിവാദമായപ്പോഴാണ് CM പറഞ്ഞു എന്ന് പറയുന്നത്. അതുവരെയും കഫറ മാത്രം പറഞ്ഞുകൊണ്ട് നടന്നു. വിവാദമായപ്പോ പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല, CM പറഞ്ഞതാണ് എന്ന്. അങ്ങനെ വിവാദമായി വലിയ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ മരിച്ചവരോട് ചോദിക്കാമായിരുന്നെങ്കിൽ നേരെ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരോട് പോയിട്ട് ചോദിച്ചാൽ പോരെ, അല്ലെങ്കിൽ CM-നോട് പോയിട്ട് ചോദിച്ചാൽ പോരെ. CM വലിയാണല്ലോ. CM വലിയല്ലാന്ന് പറയുന്നില്ലല്ലോ ഇവിടുത്തെ സുന്നികൾ. CM വലിയായിട്ട് അംഗീകരിക്കുന്ന ആളാണ്. CM മജ്ദൂബായ വലിയാണെന്ന് ഒരു വിഭാഗം പറയുന്നു, ഒരു വിഭാഗം CM ഖുതുബാണെന്ന് പറയുന്നു. എന്തുമാകട്ടെ, CM-നോട് പോയി ചോദിക്കട്ടെ. കബറിങ്ങ പോയിട്ട്, അല്ല CM ഇ.കെ. കാഫിറാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, അത് ശരിയാണോ അല്ലയോ എന്ന് ചോദിക്കട്ടെ. അവർ ചോദിക്കൂല. അതിനെക്കുറിച്ച് സലാഹുദ്ദീൻ ഫൈസി പറയുന്നു എന്ന് കേട്ടു നോക്കുന്നു. പണ്ട് ശംസുലമ കാഫറാണെന്ന് പറഞ്ഞു. ഞാനല്ല മടവൂര പറഞ്ഞത് ശംസുലമ കാഫറാണ് എന്ന് ബഹുമാന്യനായ ഉള്ളാൾക്കങ്ങളോട് മംഗലാപുരത്ത് ചോദിച്ചു. അതിലെന്താ പറഞ്ഞത്? സ്വന്തം ശരീരത്തിലൊക്കെ മടവൂരിക്ക് അങ്ങോട്ടിട്ടു. മടവൂര് പറഞ്ഞതാണ്. വഫാത്തായതിന് ശേഷമാണെന്ന് പറയുന്നതിന് മുമ്പ് പറയുകയാണെങ്കിൽ മടവൂരോട് അന്വേഷിക്കാമായിരുന്നു. കാരണം സ്വന്തം മടവൂരിന്റെ ശിഷ്യനാണ്. മഹാനാ മടവൂര് ശംസുലമയുടെ ശിഷ്യനാണ്.
ശംസുൽ ഉലമയിൽ നിന്ന് കിതാബ് ഓതി പഠിച്ച മഹാനാണ് ഷിയ വലിയുല്ലാഹി. മഹാനവകൾ ശംസുൽ ഉലമ കാഫറാണ് എന്ന് പറഞ്ഞു എന്ന് വഫാത്തിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. അതിന്റെ മുമ്പ് പറഞ്ഞ തള്ളിപ്പൊളി നോണ പുറത്ത് ചാടും. അതുകൊണ്ടാ ശേഷം പറഞ്ഞത്. നിങ്ങൾ ഓർക്കണം, മരിച്ചാൽ ചോദിക്കാൻ പറ്റൂലെന്ന് ഇതിന് തെളിഞ്ഞു. മരിച്ചാൽ ചോദിക്കാമെങ്കിൽ വസ്അൽ മൻ അർസൽനാ മിൻ ഖബലിക എന്ന ആയത്തിന്റെ പിൻബലത്തോടുകൂടി മരണപ്പെട്ടവരോട് ചോദിക്കാമെന്ന് ആ ആയത്ത് തെളിവാണ് എങ്കിൽ എന്തുകൊണ്ട് സ്വന്തം നേതാവിന്റെ അഖീദയുടെ വിഷയത്തിലെ സിഎമ്മിന്റെ മഖബറയിൽ പോയി ചോദിച്ചില്ല? ചോദിച്ചാൽ കേൾക്കൂലെന്നറിയാം, ആ വിശ്വാസം അവർക്കുണ്ട്. പക്ഷെ മറ്റുള്ള വിശ്വാസം ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിനെ തോൽപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത മെനഞ്ഞുണ്ടാക്കിയ വിശ്വാസമാണ്. എന്നാൽ സഹോദരങ്ങളെ, ശരിയായ പ്രമാണമനുസരിച്ച് അള്ളാന്റെ ദീനിനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ വൈരുദ്ധ്യം ഉണ്ടാകൂല, ഈ മാനക്കേടുണ്ടാകൂല. ഒരാള് പറഞ്ഞ് മരിച്ചാള് കേൾക്കൂല, ഒരാള് പറഞ്ഞ് മരിച്ചാള് കേൾക്കും, അതിന് ആയത്ത് തെളിവ്. ഇയാള് പറഞ്ഞ് മരിച്ചാള് കേൾക്കൂല, ജീവിച്ചിരുന്നെങ്കിൽ ചോദിച്ചാൽ മതിയായിരുന്നല്ലോ. ശരിക്കും പ്രമാണം മനസ്സിലാക്കിയിരുന്നെങ്കിലോ? ഖുർആനും ഹദീസും അനുസരിച്ച് കൊണ്ടാണ് അള്ളാന്റെ ദീനിനെ മനസ്സിലാക്കിയതെങ്കിൽ, ഖുർആനും ഹദീസും അനുസരിച്ച് കൊണ്ടാണ് ഇവിടെ വിധി പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള അബദ്ധങ്ങള് മുസ്ലിയാക്കന്മാർക്ക് ബാധിക്കുമായിരുന്നോ? ഇല്ല. പക്ഷെ ഈ വൈരുദ്ധ്യം ഇവിടം കൊണ്ട് തീർന്നില്ല. ഈ വൈരുദ്ധ്യം എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ കഴിയും. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ശബ്ദം ശ്രവിക്കുന്ന എന്റെ സഹോദരങ്ങൾക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണല്ലോ, അല്ലാഹ് അല്ലാത്തവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നതിന്റെ വിധി എന്താ? മുജാഹിദ് പ്രസ്ഥാനം ഉടനെ മറുപടി കൊടുക്കും, ശിർക്കാണ്. അല്ലെ? അല്ലാഹു അല്ലാത്തവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യൽ ശിർക്കാണ്, വ്യക്തമായ മറുപടി കൊടുക്കും. എന്നാ അല്ലാഹു അല്ലാത്തവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന വിഷയത്തില് നമ്മുടെ മുസ്ലിയാക്കന്മാരുടെ അഭിപ്രായ വൈരുദ്ധ്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കണം. ആദ്യമായിട്ട് ഈ ചോദ്യം അലവി സക്കാഫി കൊളത്തൂരിനോട് ഒരു പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്. ആ രംഗം നിങ്ങൾ ആദ്യം വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അള്ളാഹു താലാക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. അത് അഖീദയുടെ വീക്ഷണത്തിൽ അത് ശിർക്കാവുകയില്ല എന്ന് തന്നെയാണ് ഉസ്താദ് പറയുന്നത്. അവൻ കാഫറാണെന്ന് ഹുക്മ് ചെയ്യപ്പെടും. പഠിച്ചോളി, ശിർക്കാവൂല അവൻ കാഫറാണെന്ന് ഹുക്മ് ചെയ്യപ്പെടും. അവൻ കാഫറാണെന്ന് ഹുക്മ ചെയ്യപ്പെടും. ഓർമ്മയിൽ വേണം കേട്ടോ. ഈ വിഷയം അവസാനിക്കുന്നത് വരെയും അലവി സക്കാഫി അവറുകളുടെ ഈ വാക്ക് നിങ്ങളുടെ ഓർമ്മയിൽ വേണം. അല്ലാഹു അല്ലാത്തവരുടെ മുമ്പിൽ സുജൂദ് ചെയ്താൽ അത് ശിർക്കാകൂല, മറിച്ച് കാഫറാകും. ഇതാണ് അലവി സക്കാഫിയുടെ അഭിപ്രായം. എന്നാ ഒസംകൊടി എടമുട്ടം സംവാദത്തില് ബഹുമാനപ്പെട്ട ഡോക്ടർ KK സക്കരിയ സലാഹി ഈ ചോദ്യം പേരോട് അബ്ദുറഹ്മാൻ സഖാഫിനോട് ചോദിക്കുന്നുണ്ട്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിനോട് ഈ ചോദ്യം ചോദിക്കുമ്പോ ശിർക്കാകൂല, അവൻ കാഫറാണെന്ന് പറയപ്പെടുമെന്ന് പറഞ്ഞ അലവി സഖാഫി പേരോടിന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ പേരോട് അതിനൊരു മറുപടി കൊടുക്കുന്നുണ്ട്. മറുപടി തനിക്കെതിരാണെന്ന് മനസ്സിലാക്കുമ്പോ അലവി സക്കാഫി ഇടയിൽ എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നുണ്ട്. ആ രീതി ശരിക്കും ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ അലവി എഴുന്നേറ്റ് പോകുന്നത് കാണാൻ പറ്റുള്ളൂ. അതൊന്നും കൂടെ കണ്ടു. മാത്രമല്ല ഖബറിന്റെ അടുക്കൽ സുജൂദ് ചെയ്യല് ഞങ്ങൾ എതിർത്തിട്ടില്ല എന്നാണ്. എന്നാ കേട്ടോളിയും, വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആലാക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ച് വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. ഇതാ ഞങ്ങളെ വാദം. അല്ലാഹു അല്ലാത്തവർക്ക് സെട്ടികൾക്ക് സുജൂദ് ചെയ്യാൻ ഞങ്ങളെ വാദം. അതേസമയം നിങ്ങൾ എന്നെ മദ്രസ പഠിപ്പിക്കുന്നുണ്ട് എന്ത് ശിർക്കിനെ പറ്റി, അത് മുർത്തദാകുന്ന കാര്യമാണ്. അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ ശിർക്കാവുകയില്ലെന്ന് ഏത് സഖാഫി പറഞ്ഞാലും ആ സഖാഫി വഴച്ചു നിൽക്കല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു എത്ര സഖാഫി, ഒരു സഖാഫി കാദിയാനിയായി. അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ ശിർക്കാവുകയില്ലെന്ന് ഏത് സഖാഫി പറഞ്ഞാലും ആ സഖാഫി വഴച്ചു നിൽക്കല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു എത്ര സഖാഫി, ഒരു സഖാഫി ശിർക്കാകൂല എന്ന് പറഞ്ഞാൽ അവൻ പഴിച്ചു. അലവി സക്കാഫി പറഞ്ഞത് ശിർക്കാകൂല എന്നാ പറഞ്ഞത്. ശിർക്കാകൂല എന്ന് പറഞ്ഞവൻ പഴിച്ചു. ആരാ പഴിച്ചെന്ന് രണ്ട് സക്കാഫികളും കൂടെ തീരുമാനിച്ചോട്ടെ, നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. ആരാ പഴിച്ചെന്ന് അവരാ വിധി എഴുതേണ്ടത്. നമ്മൾ ആരെയും പിഴപ്പിക്കാനോ ആരെയും കാഫറാക്കാനോ ആരെയും ശിർക്ക് ചെയ്യിപ്പിക്കുന്നവരാക്കാനോ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന ആളുകളല്ല. അപ്പൊ ഈ രണ്ടഭിപ്രായം വന്നു. ഒരാൾ പറഞ്ഞു ശിർക്കാകൂല, മറ്റാള് പറഞ്ഞു ശിർക്കാകൂല എന്ന് പറഞ്ഞവൻ പഴച്ചു. ഇനി മൂന്നാമത്തെ അഭിപ്രായം കൂടെ കേൾക്കണ്ടേ? അത് നിങ്ങൾ കുറച്ചു മുമ്പ് കണ്ട ക്ലിപ്പിലുണ്ട്. പക്ഷെ ആ ഭാഗം കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, ശരിയായിട്ട് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂലിനോട് ബന്ധപ്പെട്ട സാധനങ്ങളെ ബഹുമാനിച്ചിട്ട് അതിനൊരു അതിരും വരമ്പില്ല സഹോദരന്മാരെ. എങ്ങനെയും ബഹുമാനിക്കാം.
അതല്ലേ അള്ളാഹുവിന്റെ റസൂലിന്റെ സാധനങ്ങളിൽ, എന്നല്ല ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ ഏറ്റവും താഴ്ന്നതേതാണ്? അയാളുടെ ചെരുപ്പ. ആ ചെരുപ്പല്ലേ തലയിൽ പേറി നടക്കുന്നത് നമ്മുടെ നേതാക്കന്മാർ. AP ഉസ്താദിന്റെ തൊപ്പിയെടുത്ത് നോക്ക്, ആ ചെരുപ്പിന്റെ ചിത്രം കാണാം. ഉള്ളാൾ തങ്ങൾ പാപ്പാന്റെ തൊപ്പിയെടുത്ത് നോക്ക്, ആ ചെരുപ്പിന്റെ ചിത്രം കാണാം. അങ്ങനെ തന്നെ സാലിഹ്യങ്ങളൊക്കെ. ബഹുമാനത്തിന് അതിരും വരവുമില്ല. എങ്ങനെ ബഹുമാനിക്കണം? എങ്ങനെയും ബഹുമാനിക്കാവുന്നതാണ്. സുജൂദ് ചെയ്യലേ ഹറാമാണ്, അതൊന്നും കാഫിറാവൊന്നുമില്ല. ഫതുൽമീൽ പറഞ്ഞിട്ടുണ്ട്, സുജൂദ് ബഅദിൽ ജഹല, അറിവില്ലാത്തവർ ചിലർ വലിയ മഹാന്മാരുടെ മുമ്പിൽ സുജൂദ് ചെയ്യും, അത് ഹറാമാണ്, അത് പാടില്ല, ഹറാമാണ്, കുറ്റകരമാണ്. സുജൂദ് ചെയ്യുന്ന വിഷയത്തിൽ, അള്ളാഹു അല്ലാത്തവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന വിഷയത്തില് ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ് മാറിയിട്ടില്ല. ഒറ്റ പ്രസ്ഥാനം, AP അബൂബക്കർ മുസ്ലിയാരെ നേതാവായിട്ട് അംഗീകരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ 3 പണ്ഡിതന്മാര്, 3 മുസ്ലിയാക്കന്മാര് പറഞ്ഞ 3 അഭിപ്രായങ്ങളാണിത്. ഒരാള് പറഞ്ഞ് ശിർക്കാകൂല, കാഫിറാകും. ഒരാള് പറഞ്ഞ് ശിർക്കാകൂല എന്ന് പറഞ്ഞു പിഴച്ചു. മറ്റാള് പറഞ്ഞ് കാഫിറൊന്നും ആകൂല, ഹറാമേ ആകുള്ളൂ. ഈ വൈരുദ്ധ്യം എന്തിന്റെ പേരിലുണ്ടായി? പ്രമാണം മനസ്സിലാക്കാത്തതിന്റെ പേരിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഇവരെന്താണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയല്ല, മറിച്ച് സമസ്ത കേരള വൈരുദ്ധ്യാധിഷ്ഠിത ഇഖ്തിലാഫുൽ ഉലമ എന്ന് നമുക്കങ്ങ് പേര് കൊടുക്കാം. അതാ അനുയോജ്യമായ പേര്. ഒരു വിഷയം, ഇതൊരു നിസ്സാരമായ വിഷയമല്ല. ഇത് മനുഷ്യനെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വിടേണ്ട വിഷയമാണ്. വിശ്വാസിക്ക് സ്വർഗവും നരകവും വേർതിരിച്ചു കൊടുക്കേണ്ട വിഷയമാണ്. അല്ലാഹു അല്ലാത്തവരുടെ മുമ്പിൽ സുജൂദ് ചെയ്താൽ ശിർക്കാകൂല എന്ന് പറയുന്ന ആളുകൾ, കാഫിറാകൂല എന്ന് പറയുന്ന ആളുകൾ, ഹറാമ് മാത്രമാണെന്ന് പറയുന്ന ആളുകൾ, പലതരത്തിലുള്ളതായ അഭിപ്രായ വ്യത്യാസം വെച്ച് പുലർത്തുന്ന ആളുകൾ പ്രമാണം മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഖുർആനും ഹദീസും വേണ്ടതുപോലെ പഠിച്ചു മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ വൈരുദ്ധ്യം ഉണ്ടാവുകയില്ല. പക്ഷേ ഖുർആനും ഹദീസും കൊണ്ടല്ല വിധി പറഞ്ഞത്, മറിച്ച് ഖുർആനും ഹദീസിനേക്കാൾ കൂടുതൽ കാലയും കൗലിനുമാണ് സ്ഥാനം കൊടുത്തത്. കാലയ്ക്കും കൗലിനും, കീലയ്ക്കും കൗലിനും സ്ഥാനം കൊടുത്തുകൊണ്ട്, അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, എവിടെ കീലയുണ്ടോ അതാണ് പ്രമാണമെന്ന് വിശ്വസിക്കുന്ന മുസ്ലിയാക്കന്മാർക്ക് സംഭവിച്ചു പോയ ഏറ്റവും വലിയ അബദ്ധമാണ് നിങ്ങൾ ആ 3 ക്ലിപ്പിലൂടെ കണ്ടത്. കഴിഞ്ഞോ? അതുകൊണ്ട് ഇത് അല്ലാഹ് അല്ലാത്തവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യണ വിഷയമാണ്. എന്നാൽ ഖബറിന്റെ വിഷയം നമുക്കെടുക്കാം. ഞാനിവിടെ പ്രഭാഷണത്തില് കഴിഞ്ഞ പ്രാവശ്യം വിഷയം അവതരിപ്പിക്കുമ്പോൾ വ്യക്തമായി സൂചിപ്പിച്ചിരുന്നു, ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുജാഹിദിന്റെ നിലപാട് എന്താണ്. മുജാഹിദിന്റെ നിലപാട് ഖബർ സിയാറത്ത് ചെയ്യൽ സുന്നത്താണ് എന്ന് വ്യക്തമായി പറയുകയും അതിന്റെ നിബന്ധനകൾ ഹദീസിന്റെ പിൻബലത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്തിരുന്നു. എന്നാൽ ഖബർ സിയാറത്തിന് പോകുമ്പോ നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാര്, മുസ്ലിയാക്കന്മാരും സാധാരണക്കാരും ഒക്കെ ഖബർ സിയാറത്തിന് ചെന്നാൽ ആ ഖബർ തൊട്ടുമുത്തുകയും ചുംബിക്കുകയും സുജൂദ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അതിന്റെ വിധി എന്താണ് എന്ന് നമ്മുടെ കാന്തപുരം ഗ്രൂപ്പിന്റെ ഗ്രാൻഡ് മുഫ്തി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് ചോദിക്കുന്നു. അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി കൂടെ കണ്ടുനോക്കൂ. ചില മക്ബറകൾ വ്യാപകമായി കാണുന്നതാണ്. മക്ബറകളെല്ലാം വന്നിട്ട് സാധാരണക്കാര ജനങ്ങൾ തൊട്ടിങ്ങനെ മുത്തുന്നൊരു സ്വഭാവം, തൊട്ടുമുത്തുക എന്ന് പറയുന്നൊരു പ്രവണത, ഇതൊക്കെ ഇസ്ലാമികപരമായിട്ട് അനുവദനീയമാണോ, അല്ലെങ്കിൽ ഇതുപോലെ ഗുണങ്ങളുമുള്ള കാര്യമാണോ? മഹാന്മാരുടെ ഖബറുകളിൽ ചെന്നാണ് ചെയ്യുന്നത്. സാധാരണക്കാരുടെ ഖബറുകളിലൊന്നും ഇങ്ങനത്തെ പരിപാടി ഇല്ല. മഹാന്മാരാകുമ്പോൾ അവരെ കൊണ്ട് ബറക്കത്തെടുക്കുക, തബറുക്ക് എടുക്കുക എന്നത് പൂർവകാലം മുതലേ ഉള്ളതും പണ്ഡിതന്മാർ അവരുടേതായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതുമാണ്. അതുകൊണ്ട് തന്നെ തബറുക്കിന് വേണ്ടി അവിടെയുള്ള ഈ വസ്തുക്കളൊക്കെ ഉപയോഗപ്പെടുത്താം. എന്നാൽ തബറുക്കിന് വേണ്ടി തൊട്ടുമുത്തുന്ന കാര്യം അതും അപ്രകാരം തന്നെ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ യാതൊരു ബന്ധികേടും ഇല്ല. റയ്ഹാൻ പോലെയുള്ളത്, അപ്പൊ ആ പോലത്തിൽപ്പെടും ഈ പുഷ്പങ്ങളും, അത് ഇടുന്നതും എന്താകുന്നു, പുണ്യകരമാകുന്നു. എന്തുദ്ദേശിച്ചുകൊണ്ടാണ്? അവിടെ നല്ല വാസന ഉണ്ടാക്കുക. നല്ല വാസന ഉണ്ടായാലുള്ള ഗുണമെന്ത്? റഹ്മത്തിന്റെ മലായിക്കത്ത് ഇഷ്ടപ്പെടുന്നതും അവർ വർഷിക്കുന്നതുമാണ് നല്ല വാസനകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഉദ്ദേശത്തിൽ പുഷ്പം അവിടെ വിതറുന്നതിലും പന്തികേടില്ല. മറ്റു കാര്യങ്ങളെല്ലാം ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നതായതുകൊണ്ട് അതിലും പന്തികേടില്ലെന്ന് മാത്രമല്ല,
ഔലിയാക്കന്മാരെ കൊണ്ട് ബറക്കത്തെടുക്കൽ സുന്നത്ത് കൂടിയാകുന്നു. ഖബറുമായി ബന്ധപ്പെട്ട് ഖബർ തൊട്ടുമുത്തൽ, അതിൽ പൂവിടൽ പോലെയുള്ള വിഷയത്തിന് ഇവരുടെ മുഫ്തി കൊടുത്ത ഫത്വയാണ് നിങ്ങൾ കേട്ടത്. അതായത് ഖബർ മുത്തൽ ബറക്കത്തിന് വേണ്ടി അനുവദനീയമാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇവർ അംഗീകരിക്കുന്ന സുയൂത്തി എന്ന് പറയുന്ന ഇവരുടെ മുസ്ലിയാര്, സുയൂത്തി മുസ്ലിയാര് അവരുടെ അദ്ദേഹത്തിന്റെ അൽ അംറു ബിൽ ഇത്തിബാഇ അൻ നഹിയു അനിൽ ഇബ്തിദാ എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്. അതിന്റെ 46-ാമത്തെ പേജിൽ ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുകയാണ്, ഫഅമ്മാ ഇൻ ഖസദൽ ഇൻസാനു അസ്സലാത ഇൻദഹാ, അപ്പോൾ ഒരു മനുഷ്യൻ ഖബറുകൾ നമസ്കരിക്കാൻ ഉദ്ദേശിച്ചു, അവിദ്ദുആ ലിനഫ്സിഹി, അല്ലെങ്കിൽ അവന്റെ കാര്യം പറഞ്ഞ് ദുആ ചെയ്യാൻ ഉദ്ദേശിച്ചു. ഏത് വിഷയത്തിൽ? ഫീ മുഹിമ്മാതിഹി വഹവായിജിഹി, അവന്റെ പ്രധാനപ്പെട്ട ആവശ്യ പൂർത്തീകരണത്തിന്റെ വിഷയങ്ങൾ ഖബറുകൾ പോയി ദുആ ചെയ്യാൻ വേണ്ടി ഒരാൾ ഉദ്ദേശിച്ചു. ഏതടിസ്ഥാനത്തിൽ? മുതബറകം ബിഹാ, ആ ഖബറുകളിൽ നിന്നും ബറക്കത്തെടുക്കാൻ വേണ്ടി, ഖബറുകളിൽ നിന്നും ബറക്കത്തെടുക്കാൻ വേണ്ടി അവിടെ പോയി തൊട്ടുമുത്തലല്ല, ചുംബിക്കലല്ല, പൂവിതറലല്ല, മറിച്ച് ബറക്കത്തെടുക്കാൻ വേണ്ടി ഖബറുകൾ പോയിട്ട് ഒരാള് ദുആ ചെയ്യുകയാണ് തന്റെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി. എന്നാൽ അതിന്റെ ഹുക്കം എന്താ? റാജിയൻ ലിൽ ഇജാബത്തി ഇൻദഹാ, അവിടെ പോയി ബറക്കത്തെടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാല്, ബറക്കത്ത് ഉദ്ദേശിച്ചു കൊണ്ടുപോയി പ്രാർത്ഥിച്ചാല് തന്റെ ഉദ്ദേശം, തന്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയോടുകൂടി പോയാൽ, സുയൂത്തി പറയുകയാണ്, ഫഹാദാ ഐനുൽ മുഹാദ്ദത്തി ലില്ലാഹി വലിറസൂലിഹി, അത് അല്ലാഹുവിനോടും റസൂലിനോടും എതിർ പ്രവർത്തിക്കുന്നതിന്റെ വ്യക്തമായ രൂപമാണ്. സുയൂത്തിയുടെ ഉദ്ധരണിയാണ്. ഈ ഉദ്ധരണി കണ്ടിട്ട് ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രമാണമല്ല, അത് തുറന്നു പറയുന്നു. പക്ഷേ ഇവിടത്തെ സമസ്തക്കാരുടെ പ്രമാണമാണ് സുയൂത്തി. സുയൂത്തിയുടെ ആ ഉദ്ധരണി വെച്ചിട്ട് ഇവിടത്തെ ഈ പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഈ പറഞ്ഞ ആ ഫത്വയെ നാം എങ്ങനെ വിലയിരുത്തണം? അപ്പൊ പൊന്മള പറഞ്ഞത് ആപത്താണ്, അബദ്ധമാണ്. അത് മനസ്സിലാക്കിയപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. അതങ്ങനെയാണല്ലോ. പ്രമാണം കൊണ്ട് കാര്യം മനസ്സിലാക്കിയില്ല എങ്കിൽ അബദ്ധങ്ങൾ ഒരുപാട് സംഭവിക്കും. പൊന്മള പറഞ്ഞത് എന്താണ് അബദ്ധമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അതിന് മറുപടി പറയുന്നുണ്ട്. അത് കേട്ടു. ഇമാം നബവി റഹിമഹുല്ലാഹ് പ്രത്യേകം എടുത്തു പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ചുംബിക്കാൻ പോകരുത്. അവിടെ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ ദൂരെ നിന്നിട്ട് അതപോടെ പെരുമാറണം. ഖബർ ചുംബിക്കരുത്, ഖബർ തടയരുത് എന്ന് ഈവാഹിലെ ഇമാം നബവി റഹിമഹുല്ലാഹ് പറഞ്ഞപ്പോ ഈ തടകലും ചുംബിക്കലുമാണ് ബറക്കത്ത് എന്ന് ആരും ചിന്തിച്ചു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബവി റഹിമഹുല്ലാഹ് ഈവാഹിൽ വിവരിച്ചു. അതാ കുറെ ആളുകൾ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നീ നോക്കണ്ട. ഖില്ലത്തു സാലിഹീൻ കൊണ്ട് അതേ ശരിയായ സുന്നത്തിന്റെ നടപടിക്രമത്തിലേക്ക് നീങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഒരു കുറച്ച് ദൂരെയായി അതകൂടെ ഗുരുത്വത്തോടെ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന ഖബറിന്റെ താഴ്ഭാഗത്തെ നോക്കി നിന്ന് അതും കൈ നിസ്കാരത്തിൽ കെട്ടുന്നത് പോലെ അടക്കത്തോടെ വെച്ച് വളരെ ബഹുമാനാദരവോടെ ഖബറിന്റെ അടുത്ത് പോയി നിന്ന് നീ സിയാറത്ത് ചെയ്തോ, നീ ഖബർ തൊടാൻ പോകണ്ട, നീ ഖബർ ചുംബിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം നബവി അവിടെ പറഞ്ഞൊരു വാചകമാണ്, ഓ മനുഷ്യ, ആളുകൾ കുറച്ചേ നിന്റെ കൂടെ ഉള്ളൂ എന്ന് നീ നോക്കണ്ട. ആളുകൾ കുറച്ചേ ഉള്ളൂ നീ നോക്കണ്ട, ഇത് പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി. ഖബർ ചുംബിക്കണ്ട, തൊടണ്ട, മുത്താൻ പോകണ്ട. ഖബർ സിയാറത്ത് ചെയ്യേണ്ടതിന്റെ മര്യാദ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബ് ഉദ്ധരിച്ചുകൊണ്ടാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയ പറഞ്ഞത്. എന്നാ ഇത് പറഞ്ഞ മുസ്ലിയാക്കന്മാർ കേൾക്കോ? പൊന്മലയുടെ വാദം എന്താ? ഖബറിനെ പോയി മുത്താം, ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ ചുംബിക്കാം, തൊട്ടുമുത്താം, വേണ്ടി വന്ന സുജൂദും ചെയ്യാം. അതൊക്കെ അവരുടെ പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പേരോട് പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാരും വൈലത്തൂര് തങ്ങളും കൂടെ കേരളത്തിന് പുറത്തൊരു സിയാറത്ത് കേന്ദ്രത്തിൽ പോകുന്ന ഒരു രംഗമുണ്ട്. അത് കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. وينال البركات كل من صلى عليه وينال البركات كل من صلى عليه تدعو جملة بدا تذكر درود
صلى عليه واجعلنا من أهل الخير يا مولانا معاملة من أهل الخير واحفظنا في أدياننا وأنفسنا وأولادنا وأزواجنا وأهلنا وملامذنا ومريدنا من محنة وفتنة وشدة وموس وغير ولي لكل خير لكل خير وخيرتني آخرة الفجر لنا ورحمة سرور سنتوഷം അവർക്ക് നീ ഈ രാജ്യത്ത് നൽകണം റഹ്മാൻ. കൃത്യമായതിന്റെ ഖിദ്മത്തിലായി മുന്നോട്ട് വരാൻ അവർക്ക് നീ തൗഫീഖ് ചെയ്യണം. മക്കളൊക്കെ സുന്നത്യമായതിന്റെ ഖാദിമീങ്ങളാക്കണം. മലപ്പുറം ജില്ലയിലെ അല്ലെങ്കിൽ പഠിച്ചൊരു ജില്ലനേക്കാൾ ഉത്തമമായ രൂപത്തിലുള്ള ഈമാനോട് പ്രവർത്തിക്കാൻ कबे की रौनक कबे का मंजर अल्लाहु अकबर अल्लाहु अकबर अल्लाहु अकबर अल्लाहु अकबर। मेरे अल्लाह मेरे मौला मेरे अल्लाह मेरे अल्लाह तेरे करम की തൊട്ടുമുത്തുകയും കബറ് ചുംബിക്കുകയും ചെയ്യുന്ന രീതിയാണ് നിങ്ങൾ കണ്ടത്. ഇതാരാ? ഈ സമുദായത്തില് ദീൻ പറഞ്ഞു കൊടുക്കേണ്ട പണ്ഡിതന്മാർ. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വ്യക്തമായി പറഞ്ഞല്ലോ, കബറുകൾ പോയാൽ എന്താ ചെയ്യേണ്ടതെന്ന്. അത് പൂർണ്ണമായും നമ്മൾ സ്വീകരിക്കുന്നില്ല, നമ്മൾ അംഗീകരിക്കുന്നില്ല. പക്ഷേ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്ത പേരോടിന്റെ വാക്ക് പോലും അവഗണിച്ചുകൊണ്ടല്ലേ പന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാരും വൈലത്തൂർ തങ്ങളും പോയിട്ട് കേരളത്തിന്റെ പുറത്ത് ഈ കബർ ചുംബിക്കുന്നത്, ഈ കബറുകൾ തൊട്ടുമുത്തുന്നത്. അത് ബറക്കത്തെടുക്കാൻ വേണ്ടിയാണെങ്കിൽ സുയൂത്തിയുടെ ഉദ്ധരണി വ്യക്തമാണല്ലോ. ബറക്കത്തെടുക്കാൻ വേണ്ടി ചെയ്യുന്ന ആ പ്രവർത്തനം അത് അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ പ്രവാചകനോടും എതിര് പ്രവർത്തിക്കുന്നതിന്റെ വ്യക്തമായ രൂപമാണ്. അപ്പൊ കേരളത്തിന് പുറത്തു പോയിട്ട് ഇങ്ങനത്തെ ഒരു പണി ചെയ്തു എന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് മനസ്സിലായി. ഉടനെ മൂപ്പര് കേരളത്തിന് പുറത്ത് തന്നെ ഒരു വേദി അങ്ങോട്ട് കെട്ടി, എന്നിട്ട് അതിനെതിരെ പ്രസംഗിക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടു നോക്കൂ. നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം മക്ബറുകളുണ്ട്. മക്ബറിൽ പോകുന്നത് നല്ലതാ, കബറിലുള്ള ആളെ വിളിക്കുന്നത് നല്ലതാ, സലാം ചൊല്ലുന്നു നല്ലതാ, അവർക്ക് വേണ്ടി ദ്വാരക്കുന്നു നല്ലതാ, നമുക്ക് വേണ്ടി കബറിൽ നിന്ന് ദ്വാരക്കുന്നു നല്ലതാ. അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരണം. സമയം കിട്ടിയെങ്കിൽ നാളെ മറ്റന്നാൾ ഞാൻ പറയാം. പക്ഷെ കബറിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. ചില ആളുകളുണ്ട് വേറെ, നമ്മൾ കേരളം വിട്ടാൽ പല സ്ഥലത്തും കബറിൽ പോയി സുജൂദ് ചെയ്യുന്ന ആളുകളുണ്ടാവും. കണ്ടിട്ട് നമ്മൾ മലയാളികളും തുടങ്ങണ്ട, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കടുത്ത തെറ്റാണ്, പാടില്ല. അതുപോലെ കബറിൽ തന്നെ മയിൽപീലി വെച്ചിട്ട് അതുകൊണ്ട് ബർക്കത്തെടുക്കുന്ന ആളുണ്ട്. സംഗതി നജസാണ് സാധനം, അത് ബർക്കത്തെടുക്കാനുള്ളതല്ല. ഇതാണ് ഇവരുടെ വൈരുദ്ധ്യം. അതായത് ഒരാള് പറഞ്ഞ് കബറിങ്ങ പോയി മുത്തുന്നത് കൊണ്ടോ പൂവിടുന്നത് കൊണ്ടോ ചുംബിക്കുന്നത് കൊണ്ടോ വിരോധമില്ല. കിതാബിന്റെ ഉദ്ധരണി വായിച്ചുകൊണ്ട് അവരുടെ മറ്റൊരു നേതാവ് പറഞ്ഞ് ചുംബിക്കാൻ പാടില്ല, തൊടാൻ പാടില്ല, മാറി നിൽക്കണം. പക്ഷേ ഓരോ പ്രവർത്തനങ്ങൾ വൈരുദ്ധാധിഷ്ഠിതമായി പോവുകയാണ്. എന്താ കാരണം? പ്രമാണമനുസരിച്ചല്ല ജീവിക്കുന്നത്. പ്രമാണത്തിലേക്ക് മടങ്ങിയാൽ, ശരിയായ പ്രമാണം മനസ്സിലാക്കി ജീവിച്ചാൽ ഒരിക്കലും ഈ വൈരുദ്ധ്യം ഉണ്ടാവുകയില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആഗോളാടിസ്ഥാനത്തിൽ, കേരളത്തിലല്ല ആഗോളാടിസ്ഥാനത്തിലുള്ള സലഫി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ ഒന്ന് വിലയിരുത്തി നോക്കൂ. അത് പ്രമാണബന്ധിതമാണ്. പ്രമാണമനുസരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങളിൽ വൈരുദ്ധ്യം കാണൂല, അവരുടെ തീരുമാനങ്ങളിൽ വൈരുദ്ധ്യം കാണാൻ കഴിയുകയില്ല. ഇതിവിടെ വൈരുദ്ധ്യം. എന്നാല് അടുത്തൊരു വൈരുദ്ധ്യം കൂടെ കാണിച്ചിട്ട് നമുക്ക് വിഷയം അവസാനിപ്പിക്കാം. ഞാൻ നിർത്താൻ പോവാണ്. ഒരു വൈരുദ്ധ്യം കൂടെ കാണിച്ചു തരാം. അതായത് ഇവിടെ റാത്തീബുകളൊക്കെ ചെല്ലുമ്പോൾ ഈ റാത്തീബുകളിൽ ചില കോഡ് ഭാഷകൾ ഉപയോഗിക്കാറുണ്ട്. ഹാ ഹാ ഹി ഹി ഹു ഹു എന്നൊക്കെ പറഞ്ഞ് ചില കോഡ് ഭാഷകൾ ഉപയോഗിക്കാറുണ്ട്. ആ കോഡ് ഭാഷകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഒരു മുസ്ലിയാര് അതിനെ ന്യായീകരിച്ച് പറയുന്നുണ്ട്.
അദ്ദേഹത്തിന് വല്ലാത്ത പ്രയാസമുണ്ട് റാത്തീബുകളൊക്കെ നിന്നു പോയതിലും അതേപോലെ മൗലൂദുകളൊക്കെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിലേക്ക് അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതൊക്കെ രേഖപ്പെടുത്തുന്ന ഭാഗം വേറെയാണ്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഈ റാത്തീബുകളിലും നേർച്ചകളിലും മൗലൂദിലുമെല്ലാം ഹാ ഹാ ഹി ഹി ഹൂ ഹു എന്നുള്ള പ്രയോഗങ്ങൾ നടത്തുന്നത് ഏതടിസ്ഥാനത്തിലാണ് എന്ന് മുള്ളൂർക്കര സക്കാഫി വിശദീകരിക്കുന്നുണ്ട്. അതൊന്ന് കണ്ടു നോക്കൂ. ആരാധനക്ക് അർഹതയുള്ളവൻ അല്ലാഹു ഒരുവൻ മാത്രമാകുന്നു. അതിനേക്കാൾ വലിയൊരു മഹത് വചനമില്ല, അതിനേക്കാൾ വലിയൊരു ദിക്റുള്ള സത്യം തന്നെയാണ് ആ ദിക്റ്. നമ്മൾ ചൊല്ലുമ്പോ കൂട്ടത്തിൽ ഈ ദിക്റ് ചെല്ലാറുണ്ട്. അല്ല, കുറെ ദിക്റ് കോഡ് ഭാഷ, ചില കോഡ് ഭാഷയുള്ള ദിക്റ് എല്ലാവരും ഷോർട്ട് ദിക്റുകൾ. അപ്പോ ചില ആളുകളൊക്കെ സംശയം പ്രകടിപ്പിച്ച് ഇതെന്താ ഇങ്ങനെ ലാഹിന്റെ സലാത്തിന്റെ ഖുർആനിലെ പിന്നെ ഹാ ഹൂ ഹി ഹി ഹൂ അങ്ങനെയൊക്കെ ചില ഭാഷ ആർക്കും തിരിയാത്ത ഭാഷ. പക്ഷേ അതിനൊക്കെ വലിയ വലിയ അർത്ഥങ്ങളും വലിയ വലിയ ഉദ്ദേശങ്ങളും വലിയ വലിയ മർത്തബകളുമുണ്ട് എന്ന് ആധുനിക ലോകത്ത് വെച്ച് നമുക്ക് ആരുടെ മുമ്പിലും ആണത്തരത്തോടെ പറയാൻ പറ്റും. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അതന്നെ ഇസ്ലാം മതം. ഇസ്ലാം മതല്ലാത്തൊരു സുന്നത്ത് ജമാഅത്തില്ല, സുന്നത്ത് ജമാഅത്തല്ലാത്തൊരു ഇസ്ലാമില്ല, വേറൊന്നുമില്ല. ഇസ്ലാം മുഴുവൻ സുന്നത്ത് ജമാഅത്താണ്, സുന്നത്ത് ജമാഅത്ത് മുഴുവൻ ഇസ്ലാമാണ്, വേറൊന്നും ഇല്ല. അപ്പോ ആ ദിക്റ് ഇപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആ ഹോ ഹി ഹൈ എന്നൊക്കെ പറഞ്ഞ ദിക്റ് അത് വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ, വലിയ വലിയ ഡിഗ്രികളിലേക്ക് എത്തപ്പെടാനുള്ള ദിക്റായിരുന്നു. ഈ ലോകത്ത് നിന്ന് ഇത്തരത്തിൽ ഈ വിഷയത്തിലൊക്കെ വ്യക്തമായ രേഖകളുണ്ടെന്ന് ആണത്വത്തോടുകൂടി പറയാൻ കഴിയും. എന്നാ ഈ മുഹമ്മദ് സക്കാഫിയുടെ ഉസ്താദാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയ ഒരു പുസ്തകം തരീഖത്തൊരു സമഗ്ര പഠനം. ഈ പുസ്തകത്തിലെ 259 പേജ്, ഈ പേജിലുള്ള ഒരു ഉദ്ധരണി ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വളരെ ശ്രദ്ധയോടുകൂടി ഇതൊന്ന് കേൾക്കുക. ദാക്കിരീങ്ങൾ പാലിക്കേണ്ട കുറെ അദബുകൾ പറഞ്ഞ ശേഷം ഇമാം ഷഅറാനി എഴുതുന്നു, എന്റെ നേതാവായ യൂസുഫിൽ അജമി ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു: ശരിയായ ഓർമ്മയോടെ ഇഷ്ടാനുസരണത്തോടും കൂടി ദിക്ർ ചെല്ലുന്നവർക്കുള്ള മര്യാദകളാണ് അവർ പറയുന്നവയെല്ലാം. എന്നാൽ ഇഷ്ടാനുസരണ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടവർ അഥവാ മജ്ദൂബുകൾക്ക് രഹസ്യജ്ഞാനങ്ങൾ ലഭിക്കുന്നതിനോടൊപ്പം അവരുടെ നാവിലൂടെ ചില വാക്കുകൾ വന്നുകൊണ്ടിരിക്കും. ആഹു അല്ലാ അല്ലാ, ഹൂ ഹൂ, ലാ ലാ, ആഹ് ആഹ്, ആ ആ, ഹാ ഹാ, ഹാ ഹാ തുടങ്ങിയവയും, അല്ലെങ്കിൽ ഒരക്ഷരവുമില്ലാത്ത കേവലം ശബ്ദങ്ങളും അനർത്ഥമായ വാക്കുകളും ഇതിന് ഉദാഹരണങ്ങളാണ്. ചുരുക്കത്തിൽ മജ്ദൂബുകളിൽ നിന്ന് കേൾക്കുന്ന ഇപ്രകാരമുള്ള വാക്കുകൾ അവരെ ശൈഖായി സ്വീകരിച്ച് ദിക്ർ ചൊല്ലുകയോ പതിവാക്കുകയോ ചെയ്യുന്നത് ശരിയല്ല. സമീപകാലത്ത് ഇഹലോകവാസം വെടിഞ്ഞവരും മജ്ദൂബുകളായി പ്രസിദ്ധിയാർജിച്ചവരുമായ ബീരാൻ ഔലിയ, ആലുവ അബൂബക്കർ മുസ്ലിയാർ, അബ്ദുർ റസാഖ് മസ്താൻ, കോഴിക്കോട് പുതിയറ സുലൈമാൻ മുസ്ലിയാർ, വേങ്ങര കോയ പാപ്പ തുടങ്ങിയവർ ഉരവിട്ടിരുന്ന അർത്ഥശൂന്യമായ വാക്കുകളൊന്നും ദിക്റായി സ്വീകരിച്ച് അവ പതിവാക്കുന്നത് ശരിയല്ല. അയാൾ പറഞ്ഞത് എന്താ? മുള്ളൂർക്കര മുഹമ്മദ് സക്കാഫി പറഞ്ഞത് അതൊരു കോഡ് ഭാഷയാണ്, അതൊക്കെ മഹാന്മാര് ചെയ്യും, മഹാന്മാര് ചൊല്ലും, അതൊരു കോഡ് ഭാഷയാണ്. സഹോദരങ്ങളെ, എന്തുകൊണ്ട് ഈ വൈരുദ്ധ്യമുണ്ടായി? എന്തുകൊണ്ട് ഈ വൈരുദ്ധ്യം? ഈ സമുദായത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രഖ്യാപിച്ച, പ്രവാചകൻ കാണിച്ചു തന്ന പ്രമാണം ഈ സമുദായത്തിലുള്ള മുസ്ലിയാക്കന്മാര് സ്വീകരിച്ചില്ല. പ്രമാണത്തിന് പകരം ചോദിച്ചു പോയാൽ ഉണ്ട് ഖൗലും ഖീല, ഖബറിൽ ജവാബിന് പറ്റുമോ ഈ വേല? ചോദിച്ചാ കൗലും കീലുണ്ടാകും. അതുകൊണ്ട് ഖബറിൽ ജയിക്കാൻ പറ്റുമോ? ഇല്ല. ധാരാ പറഞ്ഞത് അവരിൽപ്പെട്ട ഒരു മുസ്ലിയാർ തന്നെ പറയണത്. അപ്പോ ഇത്തരത്തിലുള്ളതായ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഈ പ്രസ്ഥാനം, വൈരുദ്ധ്യം കൊണ്ട് ഈ സമുദായത്തിലെ പല കാര്യങ്ങളും വൈരുദ്ധ്യം കൊണ്ട് നിറഞ്ഞപ്പോ പിടിച്ചു നിൽക്കാൻ പറ്റാതെയായപ്പോ ഇവരെന്ത് ചെയ്തു? പലതും തള്ളാൻ തുടങ്ങി. തലശ്ശേരിയിൽ വെച്ച് ഒരു സംവാദ വ്യവസ്ഥ ചർച്ച നടന്നു. ആ സംവാദം ഇൻഷാ അല്ലാഹ് ജനുവരി 16 നടക്കാൻ പോവാ. ഈ സംവാദ വ്യവസ്ഥ ചർച്ച നടന്നപ്പോ ആ വ്യവസ്ഥയിൽ വിഷയം ഇതാണ്: സ്ത്രീ ജുമുഅ ജമാഅത്ത്. സ്ത്രീ ജുമുഅ ജമാഅത്തിനെ കുറിച്ച്
സുന്നികൾ എന്ന് പറയപ്പെടുന്ന സമസ്തക്കാര് ഇക്കാലം അത്രയും അനുഷ്ഠിച്ചു വന്ന നിയമം എന്തായിരുന്നു? അവരുടെ വ്യവസ്ഥ എന്തായിരുന്നു? പെണ്ണുങ്ങൾ പള്ളിയിൽ പോക്ക് ഹറാമാണ്, പെണ്ണുങ്ങൾക്ക് സ്ത്രീ ജുമാ ജമാഅത്ത് പാടില്ല, ഹറാമാണ്, പെണ്ണുങ്ങൾ പള്ളിയിൽ പോക്ക് പാടില്ല, ഇതൊക്കെയായിരുന്നു അവരുടെ വിധി. എന്നാ നമ്മൾ ഹനീഫ് കായക്കോടിയുടെ മുമ്പിൽ അതേപോലെയുള്ള ആളുകളുടെ പ്രവർത്തകരുടെ മുമ്പിൽ ഇരുന്നപ്പോൾ അഹ്സനിക്ക് വിയർത്തു. അഹ്സനി ഹറാമാണ് എന്ന വാദം ഉന്നയിച്ചില്ല. ഹറാമി വാദത്തിൽ നിന്നും അവർ പിന്മാറി. അപ്പൊ നമ്മൾ ആ വാദപ്രതിവാദ വ്യവസ്ഥയിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇക്കാലം അത്രയും ഹറാമാണെന്ന് പറഞ്ഞു, കൊണ്ടുതോട് സംവാദ വ്യവസ്ഥയിലും ഹറാമാണെന്ന് പറഞ്ഞു, എന്നിട്ട് ഇപ്പൊ എന്തുകൊണ്ട് ഹറാമാണെന്ന് പറഞ്ഞില്ല? ഉടനെ അഹ്സനി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അത് കൊണ്ടുതോടാണ്, ഇത് തലശ്ശേരിയാണെന്ന്. അപ്പോ ഓരോ നാട്ടിലും ഓരോ നിയമങ്ങൾ. ഇൻഷാ അല്ലാഹ് അതിന്റെയൊക്കെ ക്ലിപ്പ് ഇറങ്ങുന്നുണ്ട്. പക്ഷേ വാദപ്രതിവാദം കഴിയുന്നതിന് മുമ്പ് അത് ക്ലിപ്പ് ഇറക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് തന്നെയാ. സംവാദം കൂടെ അത് കഴിയട്ടെ. സംവാദം കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ, ഈ വൈരുദ്ധ്യം നിറഞ്ഞു. വൈരുദ്ധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവര് പല സംഗതികളും തള്ളുക. ഹറാമായ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഹറാമല്ലാതെയായി തുടങ്ങി, അനുവദനീയമായ കാര്യങ്ങളൊക്കെ അനുവദനീയമല്ലാതെയായി തുടങ്ങി. ബറക്കത്തും പുണ്യം കിട്ടുമെന്ന് കരുതിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ചെല്ലി വന്ന മാലാ മൗലൂദുകൾ അത് തള്ളാൻ തുടങ്ങി. ഞാൻ പ്രസ്ഥാനത്തിലേക്ക് വരാൻ പ്രധാനപ്പെട്ട കാരണം അതാണ്. ഞാൻ പ്രസ്ഥാനത്തിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഈ മാലാ മൗലൂദുകളായിരുന്നു. അതായത് മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ചുള്ള ഒരു ഏകദേശ രൂപമൊക്കെ കിട്ടിയപ്പോ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാമെന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ആയി. എന്നാലും നമ്മുടെ ഉസ്താദുമാര്, നമ്മുടെ ഷെയ്ഖുമാര്, മശായിഖുമാരൊക്കെ ചൊല്ലിപ്പറഞ്ഞ് പാടിപ്പറഞ്ഞു നടന്ന മാലാ മൗലൂദുകള് അത് എങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റും എന്ന വിഷമം ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഒരു മുജാഹിദ് പ്രവർത്തകന് വല്ലപ്പുഴ സംവാദ വ്യവസ്ഥയുടെ CD കൊണ്ട് കയ്യിൽ തരുന്നത്. ആ CD അങ്ങനെ കിട്ടിയപ്പോ അത് തുടക്കം മുതൽ ഒടുക്കം വരെ സ്വസ്ഥമായിട്ടിരുന്നു കണ്ടു. കണ്ടപ്പോ മനസ്സിലായി മൂപ്പര് അത് പൂർണ്ണമായും തള്ളുന്നുണ്ട്. അതായത് പുണ്യം കിട്ടുമെന്ന് കരുതി നമ്മുടെ ഭവനങ്ങളിൽ, മുസ്ലിമീങ്ങളുടെ വീടുകളിൽ, സുന്നികളെന്ന് പറയപ്പെടുന്നവരുടെ വീടുകളിൽ ചൊല്ലിപ്പാടി പറഞ്ഞു വന്നുകൊണ്ടിരുന്ന മാലാ മൗലൂദുകളുടെ ഏട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അലവി സഖാഫി കൊളത്തൂര് മാലാ മൗലൂദിന്റെ ഏടുകളെ തള്ളിയിട്ട് ഒരു സക്കറാത്തിന്റെ വിളിയും കൂടെ ഉണ്ട്. ജനങ്ങളെ എന്ന് പറഞ്ഞൊരു വിളിയുണ്ട്. അതൊന്ന് കണ്ടു നോക്കുങ്ങൾ. മൗലിദിന്റെ ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല, അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു, ആരും അതിന് സംശയിക്കും പറഞ്ഞിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഇല്ല, ആദ്യമായിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ നമുക്കത് പ്രമാണമായി വന്നത്, അത് തെളിവായി വന്നത്. അതുകൊണ്ടാണല്ലോ ആദ്യമായിട്ടാണ് പറഞ്ഞത്. എന്ത്? അതൊന്നും സ്വീകരിക്കരുത് ജനങ്ങളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വാദം ഉന്നയിച്ചു. അതോടുകൂടെ നല്ല ശതമാനം ആളുകളും ഇളകി. എന്നിട്ടിപ്പോ ഇവര് തന്നെ പറയുന്നുണ്ട്, സമയം വൈകിയതുകൊണ്ട് ആ ക്ലിപ്പുകളൊന്നും നമ്മൾ ഇടാത്തത്, ഇവര് തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ ജനങ്ങളിപ്പോ മാല മൗലൂദൊക്കെ തിരസ്കരിച്ചു, അതൊക്കെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് വയറ്റത്തടി ഉണ്ടായത് ആർക്കാ? നമുക്കല്ല, സാധാരണക്കാർക്കല്ല, മുസ്ലിയാക്കന്മാർക്ക്. ഖുത്ബിയത്തിനെ കുറിച്ച് വിശദീകരിച്ചപ്പോ അതിന്റെ A to Z ഞാൻ വിശദീകരിച്ചു തന്നാണല്ലോ. അപ്പോ ഇങ്ങനെ വയറ്റിലടി തുടങ്ങി കഴിഞ്ഞപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് നിക്കക്കള്ളിയില്ലാണ്ടായി. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉടനെ ആളുകളെയൊക്കെ വിളിച്ചു ചേർത്തിട്ട് ഇതിനെതിരെ ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. അതായത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ അടുക്കൽ ആൾക്കാർ ഈ പരാതി പ്രവാഹവുമായിട്ട് വന്നു. ഇനി ജനങ്ങളെ പിടിച്ചു നിർത്താൻ പറ്റൂല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഒരു ഫത്വ ഇറക്കുന്നുണ്ട്. ആ ഫത്വയും കൂടെ കേട്ടിട്ട് നമുക്ക് പിരിയാം. നല്ല സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കുന്ന മുതഅല്ലിമീങ്ങളും മുഅ്മിനീങ്ങളും തന്നെ സുന്നിയല്ലാത്തവൻ പ്രസംഗിക്കുന്ന സദസ്സ് പോയിട്ട് അടുത്തോ ദൂരോ നിന്നിട്ട് കേൾക്കുക. കടുത്ത ഹറാം, കേൾക്കൽ ഹറാം. പിന്നെ ആഖിറത്തിലെത്തിയിട്ട് മുലമാര് പറഞ്ഞില്ല എന്ന് പറയണ്ട, കേൾക്കൽ ഹറാം. CD കേൾക്കലും ഹറാം. ഞാൻ സ്ത്രീകളോടൊക്കെ പറയും, സുന്നിയല്ലാത്തവന്റെ CD കേൾക്കലൊക്കെ ഹറാം. എന്തിന് ഹറാമാക്കി? ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി. ഈ തള്ളലും കൊള്ളലുമെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങി. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ പ്രമാണത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രമാണത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ, പ്രമാണത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങൾ ഈ സമുദായത്തിന്റെ മുതലത്ത് വെച്ച് കെട്ടിയപ്പോൾ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ കള്ളം വെളിച്ചത്ത് വരുമെന്ന് മനസ്സിലാക്കിയില്ല ഇവർ. അപ്പൊ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോ മാലക്ക മൗലൂദിനും ആളുകളെ മുസ്ലിയാക്കന്മാരെ സ്വീകരിക്കാണ്ടായി, വിളിക്കാതെയായി. അപ്പോ ചെയ്തൊരു പരിപാടിയാണ് ഇത് കേക്കൽ ഹറാമ്
ഇനി മുസ്ലിയാക്കന്മാര് പറഞ്ഞു തന്നില്ല എന്ന് പറയണ്ട. സഹോദരങ്ങളെ, ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലുള്ള സുന്നികൾ എന്ന് പറയപ്പെടുന്നവരുടെ അവസ്ഥ. ഇത് ഇത്രയും പറഞ്ഞത് ഇവിടെയുള്ള ആരെയും അപമാനിക്കാനോ മോശപ്പെടുത്താനോ അല്ല, മറിച്ച് ഈ പ്രസ്ഥാനത്തെ കുറിച്ച് ഈ ജനങ്ങളുടെ മുമ്പിൽ തെറ്റിദ്ധാരണാജനകമായ വർത്തമാനങ്ങൾ പറഞ്ഞ് ക്ലിപ്പുകളുടെ തലയും വാലും മുറിച്ച് കാണിച്ച് ഈ പ്രസ്ഥാനത്തെ തരം താഴ്ത്തി കാണിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഞങ്ങൾ ഇതിവിടെ വന്ന് പറയൽ നിർബന്ധിതരായി. അതുകൊണ്ട് ജനങ്ങളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഈ പ്രസ്ഥാനം ഈ ജനങ്ങളുടെ മുമ്പിൽ ഒരു മോശത്തരവും പറയുന്നില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പ്രമാണം ഈ സമുദായത്തെ എന്താണോ പഠിപ്പിച്ചിട്ടുള്ളത് ആ പഠിപ്പിച്ച സംഗതികൾ അനുസരിച്ച് നിങ്ങൾ ജീവിക്കണമെന്ന നിർദ്ദേശമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ തരുന്നത്. അതല്ലാതെ കണ്ട് ആരും പിഴച്ചു പോകണമെന്നോ ആരും തെറ്റിപ്പിരിയണമെന്നോ ലക്ഷ്യമല്ല ഈ പ്രസ്ഥാനത്തിനുള്ളത്. നാം ഇപ്പോഴും തുറന്നു പറയുന്നു, അടിവരയിട്ടുകൊണ്ട് പറയുന്നു, നിങ്ങളെല്ലാവരും മുജാഹിദുകളാകണമെന്നുള്ള ആഹ്വാനവുമായിട്ടല്ല ഞങ്ങൾ പിരിയുന്നത്. മറിച്ച് നിങ്ങൾ പഠിക്കണം, പ്രമാണം പഠിക്കണം, ഖുർആൻ പഠിക്കണം, സുന്നത്ത് പഠിക്കണം, അതിനുശേഷം വിധി എഴുതണം. ഈ പ്രസ്ഥാനത്തെ കുറിച്ച് നടത്തുന്ന തെറ്റിദ്ധാരണകൾ, അവര് പ്രവാചകനെ സ്നേഹിക്കാത്തവരാണ്, മാലാ മൗലൂദുകളെ എതിർക്കുന്നവരാണ് എന്ന് തുടങ്ങുന്ന തെറ്റിദ്ധാരണകളെ നിങ്ങൾ തന്നെയാണ് വിധി എഴുതേണ്ടത്. നാം മനസ്സിലാക്കേണ്ട സംഗതി, മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും പ്രവാചകനെ സ്നേഹിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് മുജാഹിദ് പ്രസ്ഥാനം ഈ ലോകത്തോട് പറയുന്നത്, സലഫി പ്രസ്ഥാനം ഈ ലോകത്തെ പഠിപ്പിക്കുന്നത് എന്താണ്? പ്രവാചകനെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? സഹാബികൾ സ്നേഹിച്ചതുപോലെ അതേപോലെ സ്നേഹിക്കൽ മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമാണ്. മുസ്ലിമീങ്ങൾ പ്രവാചകനെ സ്നേഹിക്കൽ നിർബന്ധമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ലാ യുഅ്മിനു അഹദകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം മാതാപിതാക്കളെക്കാൾ, ഭാര്യ സന്താനങ്ങളെക്കാൾ, ജനങ്ങളെക്കാൾ കൂടുതൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനാകുന്നത് വരെയും നിങ്ങളൊരു പരിപൂർണ മുഅ്മിനാവുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പാഠം മുജാഹിദ് പ്രസ്ഥാനത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ ലോകത്തോട് പറയുന്നത്, നിങ്ങൾ പ്രവാചകനെ സ്നേഹിക്കണം. എപ്പോ? റബീഉൽ അവ്വൽ 12 മാത്രമോ? ഇല്ല, റബീഉൽ അവ്വൽ 12 മാത്രം. അത് സ്നേഹമല്ല. കാരണം എന്താ? റബീഉൽ അവ്വൽ 12 എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു എന്നതിന്റെ ഒരു പ്രത്യേകമായ, ആ ദിവസം ജനിച്ചു എന്നതിന് വ്യക്തമായ രേഖകളില്ല. ഇനി രേഖ ഉണ്ടെങ്കിൽ തന്നെ ജനിച്ചു എന്നതിന്റെ പേരിൽ ഒരു ആഘോഷവും മുസ്ലിങ്ങൾക്കില്ല. പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്. കസ്തല്ലാനി രേഖപ്പെടുത്തുന്ന ഒരു ഉദ്ധരണി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. അതായത് ഒരു തെറ്റിദ്ധാരണ ഈ സമുദായത്തിന്റെ മനസ്സിലുണ്ട്. മുജാഹിദുകൾ എന്തുകൊണ്ട് നബിദിനം ആഘോഷിക്കുന്നില്ല? അതുകൂടെ പറയാം നാം. അതായത് അൽ മവാഹിബുൽ ലദുന്നിയ എന്ന കസ്തല്ലാനിയുടെ ഗ്രന്ഥത്തിൽ നിന്നും ഒരു ഉദ്ധരണി ഞാൻ വായിക്കാം. ഇന്ന ഉമ്മഹു ഹമലത്ത് ബിഹി ഫി അയ്യാമി തശ്രീഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ പ്രവാചകനെ ഗർഭം ധരിച്ചത് അയ്യാമു തശ്രീഖിലാണ്. അയ്യാമു തശ്രീഖ് എന്ന് പറഞ്ഞാൽ എപ്പോഴാ? നമുക്കറിയാം അല്ലേ? ദുൽഹജ്ജ് മാസത്തിൽ അയ്യാമു തശ്രീഖിലാണ് ഗർഭം ധരിച്ചത്. വഖാല, ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു, വുലിദ ഫി ആശുറാ, ആശുറയിലാണ് പ്രസവിക്കപ്പെട്ടത്. ആശുറ എന്ന് പറഞ്ഞാൽ മുഹറം 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. ഫഖീല ഇന്നഹു ഗൈറു മുഅയ്യൻ, പ്രവാചകൻ ജനിച്ച തീയതി വ്യക്തമല്ല. ഇന്നമാ ഉലിദ യൗമൽ ഇസ്നൈനി മിൻ റബീഉൽ അവ്വൽ മിൻ ഗൈരി തഅയീൻ. റബീഉൽ അവ്വലിലുള്ള ഏതോ ഒരു തിങ്കളാഴ്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എന്ന് ഒരു അഭിപ്രായമുണ്ട്. വഖീല, പറയപ്പെടുന്നു, ലി സമാന ഖലഖ മിൻഹു, ഈ 8 പ്രസവിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ കാണാം, ഇഖ്തലഫ ഐളൻ ഫീ ശഹ്രിൽ ലദീ ഉലിദ ഫീഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച മാസത്തിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം. ഉലിദ ഫീ ശഹ്രി റബീഉൽ അവ്വൽ, ഒരു അഭിപ്രായം എന്താ? റബീഉൽ അവ്വലിലാണ്. വഫീഹി നദറുൻ, അതിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഫഖദ് ഖീല, പറയപ്പെട്ടിരിക്കുന്നു, ഫീ സഫർ, സഫറിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്. വഖീല ഫീ റബീഉൽ ആഖിർ, ഒരു അഭിപ്രായം റബീഉൽ ആഖിറിലാണെന്ന്. വഖീല, മറ്റൊരു അഭിപ്രായം ഫീ റജബ്, റജബിലാണെന്ന്. വഖീല, മറ്റൊരു അഭിപ്രായം ഫീ ശഹ്രി റമദാൻ, റമദാനിലാണെന്ന്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസ.
എന്നാൽ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ മഹദി ആയിഷ റളിയല്ലാഹു അൻഹായുടെ മടിയിൽ തല വെച്ച് കിടന്നുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുന്ന ഒരു രംഗമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തടം വിയർത്തിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചുണ്ടിലേക്ക് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ അടുത്തിരിക്കുന്ന തോൽപാത്രത്തിലുള്ള വെള്ളത്തിൽ കൈ നനച്ചുകൊണ്ട് പ്രവാചകന്റെ ചുണ്ട് നനച്ചു കൊടുക്കുന്നു, നെറ്റിത്തടം തടകി കൊടുക്കുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ ആ സന്ദർഭത്തിൽ മരണത്തിന്റെ ആ വേളയിൽ ഈ സമുദായത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ ചുണ്ടലക്കിക്കൊണ്ട് കൊടുക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ അത് സഹൂദം കേട്ട് മനസ്സിലാക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒടുവിൽ പറയുകയാണ്, ഇന്നലിൽ മൗതി ലസകറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് കേട്ടോ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നാ മരിച്ചത്? റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. അത് ഉറപ്പാ. ജനിച്ച ദിവസോ ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ ജീവിതകാലം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ 23 വർഷക്കാലത്തിൽ 22 റബീഉൽ അവ്വൽ കഴിഞ്ഞല്ലോ, ഒരു പ്രാവശ്യമെങ്കിലും അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു കാരക്കയുടെ ചീന്ത് കൊടുത്തിട്ട് ഇത് എന്റെ ജന്മദിനാണെന്ന് നിങ്ങൾ ഇത് കഴിച്ചോ എന്ന് പറഞ്ഞോ? ഇല്ല. ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിലുണ്ടോ? ഇല്ല. ഖുലഫാഉർ റാഷിദീങ്ങൾ കഴിഞ്ഞ് സഹാബത്തിന്റെ കാലഘട്ടം, താബിഉകളുടെ കാലഘട്ടം, തബഉ താബിഉകളുടെ കാലഘട്ടം, ഉത്തമ നൂറ്റാണ്ടെന്ന് പ്രവാചകൻ വിധി എഴുതിയ ആ 3 നൂറ്റാണ്ടിലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ ഒരു ജന്മദിനം ആരും ആഘോഷിച്ചതായിട്ട് ചരിത്രത്തിലില്ല. പിന്നെ ഇത് എവിടെന്നാ വന്നത്? മലിക്കുൽ മുളഫർ രാജാവ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. മുളഫർ രാജാവ് എന്ന് പറഞ്ഞാൽ തനിച്ച ഷിയ ആദർശമുള്ള ആളാ. ഈ ഷിയ ആദർശമുള്ള മുളഫർ രാജാവ് അയാള് 5000 ആടും 10000 കോഴിയൊക്കെ അറുത്ത് അത് പൊരിച്ച് ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് നബിയുടെ മേലില് ഒരു മൗലൂദ് ആഘോഷം തുടങ്ങി. ഇത് നമ്മള് മുജാഹിദ് പ്രസ്ഥാനം ഈ സുന്നി എന്ന് പറയപ്പെടുന്നവരുടെ മേലില് അടിച്ചാരോപിക്കുന്ന ഒരു ആരോപണമല്ല. സുന്നികളുടെ ഇടയിൽ പ്രഭാഷകന്മാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കവിതയാണല്ലോ തഴവയുടെ കവിത. ആ കവിതയിൽ കാണാം, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. മൗലിദ് കഴിക്കൽ അതായത് നബിദിനാഘോഷം മുമ്പില്ല, ഹിജ്റ 300 ശേഷാ വന്നത്. മുളഫർ രാജാവാണ് ആ സംഗതി തുടങ്ങിയത്. എന്നാൽ അത് ചെല്ലിയില്ല എങ്കിൽ അവൻ സുന്നി ആകൂല എന്ന് പറയുന്ന ആളുകൾ, അത് നിഷേധിക്കുന്നവൻ, അതായത് മൗലിദ് ആഘോഷം ഇസ്ലാമിന്റെ പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ട സംഗതിയല്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ ജന്മദിനാഘോഷം പ്രവാചകന്റെ കാലത്തോ സഹാബികളുടെ കാലഘട്ടത്തിലോ ഉത്തമ നൂറ്റാണ്ടിലോ ഇല്ല. പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലുള്ള സുന്നികളുടെ പള്ളികളിലൊന്ന് കയറി നോക്കുക. നമ്മുടെ നാട്ടിലെ സുന്നി പള്ളികളുണ്ടല്ലോ, ആ പള്ളിയിലൊന്ന് കയറുക. എന്നിട്ട് അവിടുത്തെ ഉസ്താദിനോട്, ഉസ്താദെ ആ ഖുത്ബ കിതാബ് ഒന്ന് തരുമോ എന്ന് ചോദിക്കാം. ഖുത്ബ കിതാബ് എടുത്തിട്ട് ആ കിതാബില് റബീഉൽ അവ്വൽ മാസത്തിലെ 5 ഖുത്ബയുണ്ട്. ആ ഖുത്ബയുടെ ഹെഡിങ് ഒന്ന് വായിച്ചു നോക്കുക. അവിടെ എവിടെയെങ്കിലും മൗലിദ് നബി എന്നുള്ളതായ ഒരു വിഷയം കൊടുത്തിട്ടുണ്ടോ? നബാത്തിയ ഖുത്ബയാണല്ലോ ഓതാറ്. ആ നബാത്തിയ ഖുത്ബയുടെ ഹെഡിങ്ങില് എവിടെയെങ്കിലും മൗലിദ് നബി എന്ന് കാണോ? ഇല്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജന്മദിനം, ആ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാമർശവും ഖുത്ബ കിതാബിൽ വ്യക്തമായി കൊടുത്തിട്ടില്ല. മറിച്ച് പ്രവാചകന്റെ ഇഹലോകവാസം വെടിയുന്ന ആ സന്ദർഭത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മരണവും അനുബന്ധ മുറകളുമായി ബന്ധപ്പെട്ടാണ് റബീഉൽ അവ്വൽ മാസത്തിലുള്ള നബാത്തിയ ഖുത്ബയിലുള്ളത്. ഇവർ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പാരായണം ചെയ്യുന്ന ഖുത്ബയാണല്ലോ നബാത്തിയ ഖുത്ബ. അപ്പോൾ പ്രവാചകനെ സ്നേഹിക്കണ്ട എന്നല്ല അതിനർത്ഥം. മൗലിദ് കഴിക്കണ്ട, നബിദിനം ആഘോഷിക്കണ്ട എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പ്രവാചകനെ സ്നേഹിക്കണ്ട എന്നല്ല. മറിച്ച് പ്രവാചകനോടുള്ള സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കണം. എങ്ങനെ? നബി ചെയ്തതുപോലെ ചെയ്തുകൊണ്ട്, പ്രവാചകൻ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിച്ചുകൊണ്ട്, പ്രവാചകന്റെ ജീവിത ദർശനം എന്തായിരുന്നുവോ ആ ദർശനം നമ്മുടെ ജീവിതത്തിലേക്ക് നാം പകർത്തിക്കൊണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഭാവം എന്തായിരുന്നുവോ ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കാന ഖുലുഖുഹു ഖുർആൻ, പ്രവാചകന്റെ സ്വഭാവം ഖുർആനായിരുന്നു.
ഖുർആനായിരുന്നു പ്രവാചകന്റെ സ്വഭാവം. ആരെങ്കിലും ഖുർആൻ പ്രവാചകന്റെ സ്വഭാവം അതാണെന്ന് പറഞ്ഞുകൊണ്ട് അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുന്നുണ്ടോ? ഇല്ല. പ്രവാചകന്റെ സ്വഭാവം ഖുർആനാണെന്ന് പറഞ്ഞ ആയിഷാബിയുടെ ഹദീസ് പോലും വകവെക്കാറില്ല. എന്നിട്ടോ പ്രവാചകന്റെ പേരിൽ കെട്ടിയുണ്ടാക്കിയ കവിതകൾ, കള്ളക്കഥകളൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടിടക്കുക. മൗലിദിന് മങ്കൂസ് മൗലൂദിന്റെ പേരിൽ ഇവിടെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനത്തിന് കൃത്യമായ ഒരു അജണ്ടയുണ്ട്. അതായത് മൗലിദിനെ, മങ്കൂസ് മൗലൂദാകട്ടെ ഏത് മൗലൂദാകട്ടെ, മൗലൂദിനെ എതിർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്ഥിരപ്പെടുത്താനുള്ളതായ രേഖകളുണ്ട്. അതിന് നമ്മൾ തയ്യാറാണ് താനും. പക്ഷേ അത് എങ്ങനെയെങ്കിലും ആകാൻ പാടില്ല, വ്യവസ്ഥാപിതമായിരിക്കണം. അപ്പോൾ പ്രവാചകന്റെ സ്നേഹം പറഞ്ഞുകൊണ്ട്, പ്രവാചകനെ തള്ളിപ്പറയുന്നവരാണ് മുജാഹിദുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തെ വിലക്ക് വാങ്ങാൻ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മുസ്ലിയാക്കന്മാരെ വളരെ സ്നേഹത്തോടുകൂടി പറയുകയാണ്, മുജാഹിദ് പ്രസ്ഥാനം പ്രവാചകനെ സ്നേഹിക്കൽ നിർബന്ധമാണെന്ന വാദക്കാർ തന്നെയാണ്. എങ്ങനെ സ്നേഹിക്കണം? സഹാബികൾ സ്നേഹിച്ചതുപോലെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്നേഹിച്ചതുപോലെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്നേഹിച്ചതുപോലെ, മഹാന്മാരായ സഹാബികൾ പ്രവാചകനെ സ്നേഹിച്ചതുപോലെ. മക്കം ഫത്തഹിന്റെ അന്നൊരു സംഭവം ഉണ്ടായി. മക്കം ഫത്തഹിന്റെ അന്ന് മക്ക വിജയിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പില് പ്രവാചകനെ എതിർത്ത, ശത്രുക്കളായ, ഉപദ്രവിച്ച, അക്രമികളായ ഖുറൈശികൾ സന്നിഹിതരായി അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്നു നിൽക്കുകയാണ്. പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന അവരുടെ മുമ്പിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, ഈ ദിവസം ഞാൻ നിങ്ങളുടെ മേൽ ഏത് നടപടി കൈക്കൊള്ളുമെന്നാണ് നിങ്ങളുടെ വിശ്വാസം? അവര് പറഞ്ഞു, താങ്കൾ ഞങ്ങളുടെ മേൽ ഏത് നടപടി സ്വീകരിച്ചാലും അതൊന്നും അധികപ്പറ്റാവുകയില്ല. പക്ഷേ താങ്കൾ ആരാണെന്നറിയുമോ? ഉദാലുവായ പിതാവിന്റെ ദയാലുവായ പുത്രനാണ്. ഞങ്ങളുടെ മേൽ കരുണ കാണിക്കാൻ പ്രാപ്തിയുള്ള ആളാണ്. താങ്കൾ ഞങ്ങളുടെ നേരെ കരുണ കാണിക്കുമെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവരോട് പറഞ്ഞു, ഇദ്ഹബൂ അൻതുമുത്തുലഖാ, പോയിക്കൊള്ളൂ, നിങ്ങളെല്ലാം മോചിതരാണ്, നിങ്ങൾക്ക് പോകാം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവരെ പറഞ്ഞയച്ചു. സഹാബികളെല്ലാവരും സന്തോഷത്തോടു കൂടി പ്രവാചകന്റെ ചുറ്റും ഇരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ദൂരെ നിന്നൊരു കാഴ്ച കാണാം. മസ്ജിദുൽ ഹറമിലെ ദൂരെ നിന്നേ പ്രവാചകൻ ഒരു കാഴ്ച കാണുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പടുവൃദ്ധന്റെ വാർദ്ധക്യം കൊണ്ട് കണ്ണിന്റെ കാഴ്ചകൾ പോലും നഷ്ടപ്പെട്ടു പോയ ഒരു വൃദ്ധന്റെ കൈ പിടിച്ചുകൊണ്ട് പ്രവാചകന്റെ സന്തത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ രംഗം കണ്ടപ്പോൾ സന്തോഷത്തോടുകൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഹൽ അതറക്ത ശൈഖ ഫീ ബൈതിക, ആ വയസ്സായ മനുഷ്യനെ, ആ വൃദ്ധനായ മനുഷ്യനെ വീട്ടിൽ നിർത്തിയിട്ട് പോന്നൂടായിരുന്നോ? ഞാൻ അങ്ങോട്ട് വന്ന് അദ്ദേഹത്തെ കാണുകയില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉടനെ പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങോട്ട് വന്ന് കാണാൻ അനുയോജ്യൻ താങ്കൾ തന്നെയാണ്. അങ്ങോട്ട് വന്ന് കാണാൻ അനുയോജ്യൻ താങ്കൾ തന്നെയാണ്. വിറക്കുന്ന കൈകളോടുകൂടി ആ വൃദ്ധൻ വരികയാണ്. ആരാണ് ആ വൃദ്ധൻ എന്നറിയുമോ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവായ അബൂ ഖുഹാഫയാണ്. അബൂ ഖുഹാഫ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. ആ വേദന പ്രവാചകന്റെ സന്തത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലൊരു മുറിപ്പാടായിട്ടുണ്ട്. അദ്ദേഹം ആ വേദനയോടുകൂടി ജീവിക്കവെയാണ് മക്കം ഫതഹ്, മക്ക റിപ്പബ്ലിക്കായി. പ്രവാചകന്റെ മുമ്പിലേക്ക് വരാൻ അബൂ ഖുഹാഫ മനസ്സ് കാണിച്ചു. വാർദ്ധക്യം കൊണ്ട് ജനാനരകൾ ബാധിച്ച് ക്ഷീണിതനായ ആ മനുഷ്യനെയും കൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് വന്നിരുന്നു. പ്രവാചകന്റെ മുട്ടോട് മുട്ട് ചേർത്ത് വെച്ചുകൊണ്ട് അബൂ ഖുഹാഫ ഇരുന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൈകൾ ഉണങ്ങി വരണ്ട, ആ വാർദ്ധക്യത്തിന്റെ അടയാളം കൊണ്ട് ഉണങ്ങി വരണ്ട കൈകൾ കൊണ്ട് മുറുകെ പിടിച്ചു. എന്നിട്ട് സ്വന്തം നെഞ്ചത്തേക്ക് ചേർത്ത് വെച്ചിട്ട് അബൂ ഖുഹാഫ സഹാബികൾ കേൾക്കെ മന്ത്രിച്ചു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഞാനിതാ മുസ്ലിമായിരിക്കുന്നു. പരസ്പരം ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വേളയിൽ ആ മസ്ജിദുൽ ഹറമിന്റെ ഒരു മൂലയിൽ നിന്നും ഒരു തേങ്ങിക്കരച്ചിൽ കേൾക്കാം, ഒരു ഗദ്ഗതം. സഹാബികൾ എല്ലാവരും അങ്ങോട്ട് നോക്കി, ആരായി കരയണത്? കരയണമെന്ന് അറിയാൻ വേണ്ടി നോക്കുമ്പോ അത് മറ്റാരുമല്ല, അബൂ ഖുഹാഫയുടെ മകൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം തന്നെയാണ് കരയുന്നത്.
സഹാബികൾ ചോദിച്ചു, ലിമ തബ്കീക യാ അബൂബക്കർ, എന്തിനാ കരയുന്നത് അബൂബക്കറെ? സന്തോഷിക്കേണ്ട വേളയല്ലേ? താങ്കളുടെ പിതാവിന്റെ ഇസ്ലാം മത സ്വീകരണം നമുക്ക് സന്തോഷിക്കേണ്ട വേളയല്ലേ? താങ്കൾ എന്തിനാ കരയുന്നത്? അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സഹാബികൾ കേൾക്കെ ഒരു വാക്ക് പറയുകയാണ്, പ്രിയപ്പെട്ട സഹാബികളെ, എന്റെ പിതാവ് ഇസ്ലാം മതം സ്വീകരിച്ചതിൽ, സത്യം ഉൾക്കൊണ്ടതിൽ, തൗഹീദ് സ്വീകരിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ പ്രവാചകന്റെ പിതൃവ്യനുണ്ടല്ലോ അബൂ താലിബ്, ആ അബൂ താലിബ് എങ്ങാനും എന്റെ ഉപ്പാക്ക് പകരം ആ അബൂ താലിബായിരുന്നു ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നതെങ്കിൽ പ്രവാചകൻ എന്തുമാത്രം സന്തോഷിക്കും. ആ സന്തോഷം എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ, അതോർത്ത് ഞാൻ കരഞ്ഞു പോകുന്നതാണെന്ന് പറഞ്ഞ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ സമുദായത്തെ പഠിപ്പിച്ച സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹമാണ് മുജാഹിദ് പ്രസ്ഥാനം നെഞ്ചിലേറ്റിയിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ ജനങ്ങളെ ഇങ്ങനെ പൊട്ടീസാക്കുക, കളവ് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രിയമുള്ള മുസ്ലിയാക്കന്മാരെ, കളവ് പറയാൻ വേണ്ടി വരണ്ട, സത്യം പറയാൻ വേണ്ടി വാ. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ, ഇവിടെ കാണിച്ചിരിക്കുന്ന ക്ലിപ്പുകൾ, ആ ക്ലിപ്പുകൾ സത്യസന്ധമായിക്കൊണ്ട്, ഈ ക്ലിപ്പുകളിൽ വല്ല കൃത്രിമമോ വല്ല അബദ്ധങ്ങളോ ഇസ്ലാമിനെതിരായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു കാണിക്ക്. അത് ശരിയാണ്, പ്രമാണബന്ധിതമാണെങ്കിൽ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇത് ദുനിയാവിലെ വിഷയമല്ല, ആഖിറത്തിലെ വിചാരണ വേളയിൽ സ്വർഗവും നരകവും വേർതിരിയുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ കർമ്മങ്ങളിൽ എവിടെയെങ്കിലും അള്ളാന്റെ തൗഹീദിന് എതിരായിക്കൊണ്ട് ശിർക്ക് കലർന്നതോ അതല്ലെങ്കിൽ ബിദ്അത്ത് കലർന്നതോ അല്ലെങ്കിൽ ബിദ്അത്തിലേക്ക് എത്തിപ്പെടുന്നതോ ആയ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ നമ്മൾ തയ്യാറാകണം. ദീനിനെ കുറിച്ച് പഠിക്കുക, തൗഹീദിനെ കുറിച്ച് മനസ്സിലാക്കുക, സത്യം ഗ്രഹിച്ചു കൊണ്ടുപോകാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക. സർവശക്തനായ അള്ളാഹു നമുക്കതിനെല്ലാം തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വരുന്ന വെള്ളി, ശനി, ഞായർ തീയതികളിലെ അറിവ് സമാധാനത്തെ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന മഹാസമ്മേളനത്തിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന് ഇതിന്റെ പ്രവർത്തകർ ഒരുപാട് കഠിനാധ്വാനം ചെയ്ത ആളുകളാണ്. പല സ്ഥലങ്ങളിൽ നിന്നും പ്രവർത്തകർ ഈ പരിപാടി കേൾക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഈ പരിപാടി ഇവിടെ നടത്തുന്നതിന് ആവശ്യമായ സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. അവരെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ അലവി സക്കാഫി കൊളത്തൂരിന് ആലത്തിയൂർ വെച്ച് മറുപടി പ്രസംഗം നടക്കുന്നുണ്ട്. അതും ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച ആ വിഷയങ്ങൾക്കെല്ലാം വീഡിയോ ക്ലിപ്പിംഗ് സഹിതമുള്ള പരിപാടിയാണ്. എല്ലാ ആളുകളും പങ്കെടുക്കണമെന്ന് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക്